എല്ലാവർക്കും യൂണിറ്റൈ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിന് മുമ്പ് ഒരു ഫസ്റ്റ് പാർട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനും അതുപോലെ തന്നെ നമ്മുടെ SLC ഫൈനൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്കുകളും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലൊരു ഇമേജ് കണ്ടിട്ടുണ്ടാവും. ഈ ഇമേജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ബുക്ക് വളരെ ക്ലിയർ ആയിട്ട് ബാലൻസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ സഹായിച്ചിരിക്കുന്നത് നമ്മുടെ ഫിംഗർ ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ പൊസിഷനിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും ബാലൻസ് ആകണമെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എൻ്റയർ വെയിറ്റ് കൺസിഡേർഡ് ടു ആക്ട് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ഈ ഒരു കേസിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റായി ആക്ട് ചെയ്യുന്നത് ആണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടിയും ഈസിയായി വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയില് അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ നമുക്കുണ്ട്. നമുക്കറിയാം ഈ ഒരു സ്കെയിൽ നമ്മുടെ ഫിംഗറിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞ് നമുക്കതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മളത് വെക്കുന്ന അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 15 സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ സ്കെയിലിൽ ബാലൻസ് ചെയ്ത് നമുക്ക് വെക്കണമെങ്കിൽ 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ 15 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് ആ പിക്ചറിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ നോക്കാം. ഇവിടെ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ എൻ്റയർ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ടു ആക്ട്. ഒരു ഒബ്ജക്റ്റിൻ്റെ എൻ്റയർ വെയിറ്റ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ അസ്യൂം ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നമ്മൾ പുതിയ 2 ടേംസ് പഠിക്കുന്നുണ്ട്. ഒന്നാണ് ലോഡ് ആം എന്ന് പറയുന്ന ടേമും ഒന്നാണ് എഫേർട്ട് ആം എന്ന് പറയുന്ന ടേമും. അപ്പോൾ എന്താണ് ലോഡ് ആം, എന്താണ് എഫേർട്ട് ആം എന്നുള്ളത് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ലോഡ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്, അതേപോലെ ഇവിടെ എഫേർട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇനി ഈ ലോഡും എഫേർട്ടും ബാലൻസ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റർ പൊസിഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ പാർട്ടാണ് ഈ ഒരു പിക്ചറിൽ നമ്മുടെ ഫൾക്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫൾക്രം എന്ന് മാർക്ക് ചെയ്യാം. ഫൾക്രം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 പുതിയ ടേമാണ്. ഒന്ന് ലോഡാം, അതേപോലെ ഒന്ന് എഫേർട്ടാം. അപ്പോൾ എന്താണ് ലോഡാം, എന്താണ് എഫേർട്ടാം എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഈ ഒരു കേസിൽ ലോഡാമ് കണ്ടുപിടിക്കാനും എഫേർട്ടാമ് കണ്ടുപിടിക്കാനും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക നമ്മുടെ ഫൾക്രത്തിലേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. ഈ ലോഡിൽ നിന്ന് നമ്മുടെ ഫൾക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഫൾക്രത്തിലേക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. സിമിലർലി ഈ എഫേർട്ട് ഇടുന്ന പാർട്ട് മുതൽ നമ്മുടെ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എഫേർട്ട് ആം എന്ന് പറയുക. അപ്പോൾ ലോഡ് ആം എന്താണ്, എഫേർട്ട് ആം എന്താണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു. നമ്മൾ ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഡ് ആമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂസ് നമ്മുടെ ഈ പിക്ചറിലുണ്ട് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 25 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ലോഡ് ആമിൻ്റെ വാല്യൂ. ഇനി തൊട്ടതായ നമുക്ക് എഫേർട്ട് ആം തന്നിട്ടുണ്ട്. എഫേർട്ട് ആമിൻ്റെ വാല്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി കിട്ടും 25 ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ലോഡാമും സെയിം ആണ്, എഫേർട്ട് ആമും സെയിം ആണ്. സിമിലർലി ഈ ക്വസ്റ്റിനിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 50 ആണ്. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നതും 50 ആണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഈ കാണുന്ന സ്കെയിലിൽ വെച്ചിട്ടുള്ള ഈ ഒരു ലോഡും വെയിറ്റും വളരെ കൃത്യമായി, ലോഡും എഫേർട്ടും കൃത്യമായി ബാലൻസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് ഒരു തിയറി ഉണ്ട്. ദ വെയിറ്റ് സസ്പെൻഡഡ് ഫസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ലോഡ്. ആദ്യം നമ്മൾ തൂക്കിയിടുന്ന വെയിറ്റിനെയാണ് നമ്മൾ ലോഡായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ എഫേർട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന വെയിറ്റ് അല്ലേ എഫേർട്ട് എന്നുള്ളത് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ ഇതേപോലെ ഇക്വിലിബ്രിയം, ഒരു ബാലൻസിങ് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് നമ്മൾ ആദ്യമായി തൂക്കിയിടുന്ന വെയിറ്റിനെ നമ്മൾ ലോഡായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്കെയിൽ നമ്മൾ ലോഡ് തൂക്കിയിടുന്ന സമയത്ത് ഈ സ്കെയിൽ സ്വാഭാവികമായിട്ടും ഇതേപോലെ താഴോട്ടേക്ക് ബെൻഡ് ചെയ്യുകയും ഈ പാർട്ട് മുകളിലോട്ടേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സ്കെയിലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് നമ്മൾ എടുക്കുന്ന വർക്കിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ എഫേർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് എഫേർട്ടായി കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക.
ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ തൂക്കിയിടുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കും ലോഡ്. ഇനി രണ്ടാമത്തേത് നോക്കാം. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ലോഡ് ടു ദ ഫൾക്രം ഈസ് ദ ലോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്. ലോഡിൽ നിന്ന് ഫൾക്രത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നോക്കാം, ഇതാണല്ലോ നമ്മുടെ ഫൾക്രം. അപ്പോൾ ഫൾക്രവുമായിട്ടൊരു പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ഫൾക്രം ഈസ് നോൺ ആസ് ലോഡാം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ വെയിറ്റ് സസ്പെൻഡഡ് ഓർ ദ ഫോഴ്സ് അപ്ലൈഡ് ടു പ്രൊഡ്യൂസ് ഇക്വിലിബ്രിയം ഇൻ ദ റോഡ് ഈസ് ദ എഫേർട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ലോഡ് തൂക്കിയിടുന്ന സമയത്ത്, സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ കാണുന്ന സ്കെയിൽ സ്വാഭാവികമായിട്ടും താഴോട്ടേക്ക് ബെൻഡാവും. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ അഥവാ ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ നിർത്താൻ ഇപ്പുറത്ത് നമ്മൾ എടുക്കുന്ന ഫോഴ്സ്, ഇപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ എഫേർട്ട് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നോക്കാം. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ എഫേർട്ട് ടു ദ ഫൾക്രം ഈസ് ദ എഫേർട്ട് ആം. അപ്പോൾ നമ്മുടെ എഫേർട്ട് മുതൽ നമ്മുടെ ഫൾക്രം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പോൾ ഇവിടെയാണ് പെർപെൻഡിക്കുലർ ആവുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് എഫേർട്ട് ആമെന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിന് ലോഡാമെന്നും എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിന് എഫേർട്ട് ആമെന്നും പറയും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ലോഡ് ആം ഹിയർ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കും. ഇവിടെ ലോഡ് ആമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എഫേർട്ട് ടു ദ ഫൾക്രം നോൺ ആസ്. തൊട്ട് മുമ്പ് നമ്മൾ എഫേർട്ട് ആമിൻ്റെ ഡെഫിനിഷൻ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ എഫേർട്ട് ടു ദ ഫൾക്രം. അപ്പോൾ അതെന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളവിടെ ആൻസർ ചെയ്താം എഫേർട്ട് ആം. അപ്പോൾ എഫേർട്ട് ആമിനെ നമുക്ക് EA എന്നും റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഓർത്തുക. ഇനി തൊട്ട് താഴെ ചോദ്യം ഉണ്ട്. ഹൗ മച്ച് ഈസ് ദ എഫേർട്ട് ഹാം ഹിയർ. ഇവിടെ എഫേർട്ട് ആമിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ എഫേർട്ട് ആമിൻ്റെ വാല്യൂ 25 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഇവിടെ നിന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി തൊട്ട് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ 7.10. ഈ ഫിഗറിൽ തന്ന പ്രകാരം സസ്പെൻഡ് എ മാസ് ഓഫ് 50 gram അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 സെൻറ്റിമീറ്റർ ഫ്രം ദ ബാലൻസിംഗ് പോയിന്റ് ഓൺ വൺ സൈഡ് ഓഫ് ദ മീറ്റർ സ്കെയിൽ. സസ്പെൻഡ് അനദർ മാസ് ഓഫ് 50 gram ഓൺ ദി അതർ സൈഡ് ഓഫ് ദ മീറ്റർ സ്കെയിൽ ടു ബാലൻസ് ഇറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഫേർട്ട് ആമും 25 സെൻറ്റിമീറ്റർ ആണ്, ലോഡ് ആമും 25 സെൻറ്റിമീറ്റർ ആണ്. സിമിലർലി നമ്മുടെ ലോഡും 50 ആണ്, എഫേർട്ടും 50 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും തമ്മിൽ ഈക്വലാണ്. അതായത് എഫേർട്ട് ആമും അതേപോലെ ലോഡാമും ഈക്വലാണ്, ലോഡും എഫേർട്ടും ഈക്വലാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിവർ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എഫേർട്ട് ആം, എന്താണ് ലോഡാം എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇതേപോലെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പിക്ചർ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു തിയറി ഉണ്ട്. ഇത് പഠിച്ചു നോക്കുക. ഒരു ബാലൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാകേണ്ട എന്തെങ്കിലും ഒരു ഇമേജാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഇക്വേഷനാണ് ഈ കാണുന്ന ഇക്വേഷൻ. ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാമാണ്. ആകെ എത്രയേ പഠിക്കാനുള്ളൂ. ഇത് വലിയൊരു ബോക്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു തിയറം മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇതിലെ ഏത് വാല്യൂ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്നുള്ളതാണ് ഇക്വേഷൻ. ഇത് ഓക്കെ ആണെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് ഈ ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. ഇനി എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്ന് പറയുന്നതും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 ആണെങ്കിൽ ഇവയ്ക്കാണ് നമ്മൾ എന്ത് പറയുക, ലിവർ ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണെന്ന് പറയും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ലോഡ് ഇൻറ്റു ലോഡാം ചെയ്യുക, അതേപോലെ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ചെയ്യുക, അത് കിട്ടുന്ന വാല്യൂ തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണെന്ന് പറയും. ഇനി നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒന്ന് 100ഉം ഒന്ന് 120 ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവ ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ നോട്ട് ഇൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നോട്ട് ബാലൻസ്ഡ് എന്ന് നമുക്കവിടെ പറയാം. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയായിരിക്കും, നമുക്ക് ഇതേപോലെ ലോഡും ലോഡാമോ എഫേർട്ടും എഫേർട്ടാമോ ഒക്കെ തരും. എന്നിട്ട് ചോദിക്കും ഇവ ലിവർ ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നുണ്ടോ, ട്രൂ ഓർ ഫാൾസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ലോഡ് ഇൻറ്റു ലോഡാം ചെയ്യുക, എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണ് എങ്കിൽ ലിവർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അഥവാ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അഥവാ ബാലൻസ്ഡ് അല്ല എങ്കിൽ, ഈക്വൽ ആയിട്ടുള്ള വാല്യൂ അല്ല കിട്ടുന്നത് എങ്കിൽ അതിനർത്ഥം എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം, ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ബോക്സിലെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്.
അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ലോഡ് തന്നിട്ടുണ്ട് 50, എഫേർട്ട് തന്നിട്ടുണ്ട് 50, ലോഡാൻ തന്നിട്ടുണ്ട് 25, എഫേർട്ടാൻ തന്നിട്ടുണ്ട് 25. അപ്പോൾ നമ്മൾ തൊട്ടുമ്പ് പഠിച്ച നമ്മുടെ ഇക്വേഷനാണ് ലോഡ് ഇൻറ്റു ലോഡാം. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ഇതുണ്ട്, ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ലോഡ് കിട്ടി 50, ലോഡാം കിട്ടി 25, ഇത് ഈക്വൽ ടു എഫേർട്ട് എത്രയാണ് 50, എഫേർട്ടാം എത്രയാണ് 25. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ തന്നെ നമുക്കറിയാം 50 × 25ഉം 50 × 25ഉം ഈക്വൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 1250. അപ്പോൾ ഇത്രയും ടേം 1250 ആയി, ഇത്രയും ടേം വീണ്ടും 1250 ആയി. അപ്പോൾ ഇത് രണ്ടും വാല്യൂ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായി പറയാം ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, ഇറ്റ് ഈസ് ബാലൻസ്ഡ്, ഇറ്റ് ഈസ് ട്രൂ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേ തിയറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് ചെയ്ത് നോക്കാം. 70 ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻ ഈ തേർഡ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. 70 എന്ന് പറയുന്നത് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 70 ഞാൻ ഇവിടെ എഴുതി. ഇനി നമുക്ക് ലോഡ് ആം എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്. ആ 30 ഞാനിവിടെ എഴുതി. ഈക്വൽ ടു നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് എഫേർട്ടാണ്. എഫേർട്ട് 50 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എഫേർട്ട് ആം തന്നിട്ടില്ല. അപ്പോൾ ആ എഫേർട്ട് ആം ഇവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ചെയ്തു തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർത്തുക. ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പോൾ നമ്മൾ എഴുതിയ വാല്യൂ 70 × 30, 70 × 30 ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 50 × എഫേർട്ട് ആം ആണ്. അപ്പോൾ 50 എഴുതി ഇൻറ്റു എഫേർട്ട് ആം നമുക്കറിയില്ല, ആ എഫേർട്ട് ആം ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 70 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2100 ആണ്. ഇനി 50 × എഫേർട്ട് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എഫേർട്ട് ആം കണ്ടുപിടിക്കാം. ഈ 50യെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2100/50 ഈക്വൽ ടു എഫേർട്ട് ആം എന്ന് വരും. അപ്പോൾ 2100/50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 42 എന്നുള്ളത്. അപ്പോൾ എഫേർട്ട് ആം എത്രയാണ് 42. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണാതെ അറിയുമെങ്കിൽ, ലോഡ് തന്നിട്ടില്ല എങ്കിൽ ലോഡാമും എഫേർട്ടും എഫേർട്ടാമും ഉപയോഗിച്ച് ലോഡ് കണ്ടുപിടിക്കാം. അതായത് ഇതിൽ 4 ക്വാണ്ടിറ്റീസാണുള്ളത്. ഈ 4 ക്വാണ്ടിറ്റീസിൽ 3 ക്വാണ്ടിറ്റീസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും. തരാത്ത ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ഈ കാണുന്ന ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇത് വെച്ച് ചെയ്യുക. ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്നുള്ള ഇക്വേഷൻ അവിടെ കൊടുക്കുക. അതിൽ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താണ് ലോഡ്, എന്താണ് ലോഡാം, എന്താണ് എഫേർട്ടാം എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് തരാത്തത്, നമുക്ക് കിട്ടാത്തത് ആയിട്ടുണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത് 42 ആണ്. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ ആൻസർ കിട്ടും. അപ്പോൾ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ കഴിയും. അത് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഇനി തൊട്ട് താഴെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഇൻഫറൻസ് ക്യാൻ യു അറൈവ് അറ്റ് ഫ്രം ദീസ് ആക്ടിവിറ്റീസ്? അപ്പോൾ ഇവിടെ തൊട്ട് താഴെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 2100 ആയിരുന്നു. ഈ എഫേർട്ട് ആകുമ്പോൾ 42 ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2100 ഈക്വൽ ടു 2100 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെയും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2100 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 എക്സാമ്പിൾസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഇൻഫറൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ലിവർ ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം സെയിം ലോഡ് അല്ലെങ്കിൽ സെയിം എഫേർട്ടും ഇടുമ്പോൾ ബാലൻസ് ആവുന്നത് പോലെ തന്നെ നമ്മളുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ പഠിച്ചതെന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്ന് പറയുന്നതിനോട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ലോഡ് ഇൻറ്റു ലോഡാം ചെയ്യുമ്പോൾ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാമിനോട് ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം, ഈക്വൽ അല്ല എങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലല്ല, അഥവാ അൺബാലൻസ്ഡ് ആണെന്നുള്ള ഓർത്തുക. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ചെക്ക് വെദർ ദീസ് ഫോളോയിങ് ആർ ഇൻ ഇക്വിലിബ്രിയം ഓർ നോട്ട്, അല്ലെങ്കിൽ വെദർ ഇറ്റ് ഫോളോ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്നായിരിക്കും. അപ്പോൾ ഓർമ്മ വേണം, ഈ സാധനത്തിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക.
ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് കൂടി പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. നമുക്കിനി എങ്ങനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിവർ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൻ്റെ കോർ ടോപ്പിക്കിലോട്ടേക്ക് നമ്മൾ കടക്കുന്നത് ഇപ്പോഴാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ടാവും, എഫേർട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു ലിവറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് ചെയ്യുന്നതെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ പ്രകാരം ലോഡ് ഇൻറ്റു ലോഡാം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ് എങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായി മാറും? എഫേർട്ട് ആം ബൈ ലോഡാം. ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യത്തെ കേസിൽ നമ്മുടെ ന്യൂമറേറ്ററിൽ ലോഡും ആണ് വരുന്നത് എങ്കിൽ ആം വരുന്ന കേസിൽ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷനിൽ എഫേർട്ട് ആം ആണ് ന്യൂമറേറ്ററായിട്ട് വരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടായിരിക്കും പല ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ലിവറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് 3 ഓർഡർ ഓഫ് ലിവർ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതും പഠിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കാം. ഈസ് ദ ഫൾക്രം ഇൻ എ ലിവർ ഓൾവേസ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് എഫേർട്ട്? എപ്പോഴും ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും നടുവിലായിരിക്കുമോ, മീൻസ് എക്സാക്ട്ലി നടുവിലായിരിക്കുമോ ഫൾക്രം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? നോ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് എഫേർട്ട്. കാരണം ചില കേസിൽ നമ്മൾ സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫൾക്രം എന്ന് പറയുന്നത് നടുവിലാകണമെന്നില്ല, പകരം ഒരു സൈഡിലോ അല്ലെങ്കിൽ മറ്റേ സൈഡിലൊക്കെ ആകാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാം. 3 ഓർഡർ ഓഫ് ലിവറായിട്ടാണ് നമ്മുടെ ലിവറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന പേരുകളാണ്: ഒന്ന് ഫസ്റ്റ് ഓർഡർ, രണ്ടാമത്തത് സെക്കൻഡ് ഓർഡർ, മൂന്നാമത്തത് തേർഡ് ഓർഡർ ലിവർ. അപ്പോൾ ഈ 3 ഓർഡറുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ഓർഡറുകൾക്കും പ്രത്യേകമായി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രത്യേകമായി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ലിവർ തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ഫൾക്രം, എഫേർട്ട് ആൻഡ് ലോഡ്. ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ അവയെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് ഓർത്തുക. അപ്പോൾ നമുക്ക് ആദ്യമായി ഫസ്റ്റ് ഓർഡർ ലിവർ പഠിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ലിവർ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഞാൻ നിങ്ങൾക്ക് ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഫേർട്ടാണെന്നുള്ളത് ഓർക്കുക, എഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൾക്രമാണെന്ന് ഓർക്കുക, എൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോഡാണെന്ന് ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവർ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ EFL എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആരാണ് സെൻട്രൽ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മയിലുണ്ടാവേണ്ടത്. ഈ ഒരു കേസിൽ ഫൾക്രമാണ് സെൻട്രൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലിവർ ആണോ അതിൻ്റെ സെൻട്രൽ ആരായിരിക്കും ഉണ്ടാവുക? ഫൾക്രം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയുന്നതാണ്: ഇഫ് ദ ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ എഫേർട്ട്. ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലാണ് നമ്മുടെ ഫൾക്രം ഉള്ളത് എങ്കിൽ അതിനാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആ 2 പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ നമ്മുടെ സെൻട്രലിൽ നിൽക്കുന്ന ഈ പാർട്ടാണ് ഫൾക്രം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഡും എഫേർട്ടും ഫോഴ്സ് ആണ്. എന്നാൽ ഫൾക്രം എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും ഒരു റിജിഡ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൾക്രം അതാ സെൻറ്ററിൽ, ഒരു അറ്റത്ത് അതാ ലോഡ്, ഒരറ്റത്ത് എഫേർട്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു, അപ്പുറത്ത് അതിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അത് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പൊസിഷനാണ് ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ ബാലൻസ് എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ തന്നെയും നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് നമ്മുടെ ലോഡിൻ്റെയും അതേപോലെ എഫേർട്ടിൻ്റെയും നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക. നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലോഡാം എടുക്കുകയെന്ന്, എങ്ങനെയാണ് എഫേർട്ട് ആം എടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡാം എന്തായിരുന്നു? ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ദൂരത്തിനാണ് ലോഡാം എന്ന് പറയാം. എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എഫേർട്ട് ആം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് എക്സാക്ട്ലി സെൻട്രലാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എഫേർട്ട് ആം ബൈ ലോഡാം. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ കേസിലുള്ള ലോഡാമിൻ്റെ ഡിസ്റ്റൻസും എഫേർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ എഫേർട്ട് ആമും ലോഡാമും സെയിം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു റഫായിട്ട് ഇവിടെ 20 എന്നിടാം, ഇവിടെയും 20 എന്നിടാം. അപ്പോൾ രണ്ടിൻ്റെയും എഫേർട്ട് ആമും ലോഡാമും 20 ആണ് എങ്കിൽ നമ്മൾ 20/20 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയി കിട്ടുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസിലേക്കിട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോമൺ ബാലൻസ് ദ എഫേർട്ട് ആം ആൻഡ് ദ ലോഡ് ആം ആർ ഈക്വൽ ഓർ നോട്ട് ഈക്വൽ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു കോമൺ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് സെൻട്രലിൽ നിന്ന് എഫേർട്ട് ആമും അതേപോലെ ഫൾക്രത്തിൽ നിന്ന്
നമ്മുടെ ലോഡിലോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഫൾക്രത്തിൽ നിന്ന് എഫേർട്ടിലോട്ടുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ എഫേർട്ട് ആം ലോഡ് ആം എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇൻ എ കോമൺ ബാലൻസ് ദ എഫേർട്ട് ആം ആൻഡ് ദ ലോഡ് ആം ആർ ഈക്വൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് ഈക്വൽ ആകുന്ന കേസിൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1 ആകും എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി വാട്ട് അബൌട്ട് വൈൽ യൂസിങ് സിസേഴ്സ്? കത്രിക ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ പൊസിഷനിലാണെങ്കിലും നമ്മുടെ ഹാൻഡിൽ പാർട്ടിൻ്റെ ലെങ്ത്തും നമ്മുടെ സിസറിൻ്റെ ഷാർപ്പായിട്ടുള്ള പാർട്ടിൻ്റെ ലെങ്ത്തും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എഫേർട്ട് ആമും അതേപോലെ ലോഡ് ആമും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ലോഡ് ആം നോട്ട് ഈക്വൽ ടു എഫേർട്ട് ആം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ യൂസിങ് എ ക്രോബാർ ടു മൂവ് എ സ്റ്റോൺ ആസ് ഷോൺ ഇൻ ഫിഗർ 7.11 ഷുഡ് യു ഇൻക്രീസ് ദ എഫേർട്ട് ആം ഓർ ദ ലോഡ് ആം ടു എൻഹാൻസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെ ചോദിക്കുന്നതാണ് നമ്മളിതാ ഈ ഫിഗർ 7.11 നമ്മൾ ഈ കാണുന്ന പാർട്ടിലാണ് എഫേർട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലോഡ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുക. ഈ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫൾക്രം ആക്ട് ചെയ്യുക. അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടണം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടണമെങ്കിൽ ഏത് ആമാണ് നമ്മൾ കൂട്ടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എഫേർട്ട് ആം ആണോ ലോഡ് ആം ആണോ എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫേർട്ട് ആം ബൈ ലോഡ് ആം അല്ലേ? എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ എഫേർട്ട് ആം ബൈ ലോഡ് ആം നമ്മൾ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ വലുതാവുകയും ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ചെറുതാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ നമ്പർ കിട്ടുക. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കേസിൽ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എടുത്തു. അപ്പോൾ നമ്മൾ 20/20 എന്നെടുത്തു, നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 കിട്ടി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആം ആണ്. അപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് 20/20 = 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ആകണമെങ്കിൽ എഫേർട്ട് ആം ആണോ അല്ലെങ്കിൽ ലോഡ് ആമിനെയാണോ നമ്മൾ കൂട്ടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, ആരാണോ ന്യൂമറേറ്ററിലുള്ളത് അവയുടെ വാല്യൂ കൂട്ടിയാൽ മാത്രമേ. ഇവിടെ ന്യൂമറേറ്ററിൽ ആരാണുള്ളത്? നമ്മുടെ എഫേർട്ട് ആം ആണുള്ളത്. അപ്പോൾ എഫേർട്ട് ആമിൻ്റെ വാല്യൂ ഞാൻ ഇതേപോലെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ 20 ഇട്ടതിന് പകരം ഇവിടെ നമ്മൾ 20 ഇട്ടതിന് പകരം ഞാൻ 40 ഇട്ടു വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറി? 40/20 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് 40/20 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടണമെങ്കിൽ ആരുടെ ആമിൻ്റെ ലെങ്ത്താണ് കൂട്ടേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും എഫേർട്ട് ആം. ആൻസർ എന്താണ്? എഫേർട്ട് ആം. അപ്പോൾ എഫേർട്ട് ആമിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. ലോഡ് ആമിൻ്റെ ലെങ്ത്താണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയുകയും ചെയ്യും. അപ്പോൾ അത് ബേസിക് മാത്സ് അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു കേസിലായിരുന്നുവെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആയിരുന്നു. ഇനി നമ്മൾ ഇതേപോലെ എഫേർട്ട് ആം കൂട്ടി ലോഡ് ആം കുറച്ച് വെച്ചിട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടുകയാണ് എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ് അവിടെ ആൻസർ വരിക. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സിസറിൻ്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി, അതായത് എഫേർട്ട് ആം ആണ് കൂടുതലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇവിടെ ഓർമ്മയിൽ വേണം, എഫേർട്ട് ആം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗ്രേറ്റർ ദാൻ 1. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ടേക്ക് പോകാം. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടിയും ഓർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓർഡർ ലിവർ ആണെങ്കിൽ അതിന് 3 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അത് ഈക്വൽ ടു 1 ആയിരിക്കും എന്നുള്ളതാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഈക്വൽ ടു 1. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫസ്റ്റ് ഓർഡർ ലിവർ മാത്രമാണെന്നുള്ള ഓർക്കുക. ഇനി രണ്ടാമതൊരു സാധ്യത ഉള്ളത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1ഉം. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ലെസ് ദാൻ 1 എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ലോഡ് ആം ആർ ഇൻക്രീസ്ഡ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദി എഫേർട്ട് ആം വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബി എന്നുള്ളതാണ്. അത് നമ്മൾ തൊട്ടുമുമ്പ് ചോദിച്ച ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലോഡ് ആമിൻ്റെ ലെങ്ത്ത് കൂട്ടി. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഇതേ ക്വസ്റ്റ്യനിൽ നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആരാണ്? ലോഡ് ആം ആണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ലോഡ് ആം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തപ്പോൾ നമ്മൾ 20/20 എന്ന ഇതിന് പകരം ഞാൻ 20/40 എന്ന് എഴുതി വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 1/2 ആവില്ലേ? ഈ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 1. ലോഡ് ആം കൂടിയാൽ ലെസ് ദാൻ 1, എഫേർട്ട് ആം കൂടിയാൽ ഗ്രേറ്റർ ദാൻ 1. ന്യൂമറേറ്ററിലുള്ള ആൾ കൂടിയാൽ ഗ്രേറ്റർ ദാൻ 1, ഡിനോമിനേറ്ററിലുള്ള ആൾ കൂടിയാൽ ലെസ് ദാൻ 1. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.
ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1, അപ്പോൾ അവിടെ ആരാണ് കൂടുതൽ എന്നുള്ളതാണ് എഴുതേണ്ടത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എഫേർട്ട് ആം ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് എഫേർട്ട് ആം ഗ്രേറ്റർ ദാൻ ലോഡ് ആം എന്ന് എഴുതാം. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ആം ഈക്വൽ ടു ലോഡ് ആം. അതാണ് നമ്മളിവിടെ തൊട്ടുമുമ്പ് ചെയ്തത് 20/20 എന്ന് പറഞ്ഞപ്പോൾ 1 എന്ന ആൻസർ എഴുതിയില്ലേ, അപ്പോൾ അതാണ്. ഇനി ഇവിടെ ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നേരെ തിരിഞ്ഞിട്ടാണ് എഴുതിയുള്ളത്, മിസ്റ്റേക്ക് വന്നാണ് ഒന്നുകൂടി മാറ്റിയതാണ്. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ലോഡ് ആം വിൽ ബി ഗ്രേറ്റർ ദാൻ എഫേർട്ട് ആം. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് 1 എന്ന് പറയുമ്പോൾ ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ആം. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ എഫേർട്ട് ആം ഗ്രേറ്റർ ദാൻ ലോഡ് ആം എന്നാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഓരോ ഓർഡർ ലിവറിലും ഉണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഡിഫറൻസ് എന്നുള്ള ഡിസ്കസ് ചെയ്യും. അതിന് തൊട്ടുമ്പോൾ ഇവിടെ നോക്കാം, റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ഓർഡർ ലിവേഴ്സ് ഫ്രം ഡെയിലി ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഫസ്റ്റ് ഓർഡർ ലിവർ എവിടെയാണെന്നല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫൾക്രം എന്ന് പറയുന്ന പോയിന്റ് സെൻട്രലാണോ നോക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ ഫൾക്രം എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, ഇവിടെ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ ഒരു കേസിൽ ഇതാണ് ഫൾക്രം, ഈ ഒരു കേസിൽ ഇതാണ് ഫൾക്രം. ഫൾക്രം സെൻട്രലാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ലിവർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ ലിവർ പഠിക്കുന്നുണ്ട്. ആ സെക്കൻഡ് ഓർഡർ ലിവർ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ ലിവറിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഫസ്റ്റ് ഓർഡറിൽ 1 ആവുന്ന കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഒരു ഫൾക്രം വരച്ചു, ആ ഫൾക്രത്തിൽ ലോഡും അതേപോലെ എഫേർട്ടും അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയി. അപ്പോൾ ഉദാഹരണത്തിന് 20/20 ആയി. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 20 ലോഡ് ആം ബൈ എഫേർട്ട് ആം ബൈ ലോഡ് ആം ഈക്വൽ ടു 20/20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്ത കേസിൽ നമ്മുടെ ഫൾക്രം ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് ഉള്ളത്, നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫേർട്ട് ആം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 40യും ലോഡ് ആമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതി എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 40/20 കിട്ടും, അഥവാ 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, എഫേർട്ട് ആം എന്ന് പറയുന്നതായിരുന്നു ഇവിടെ ഗ്രേറ്റർ. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിതേപോലെ വരച്ചു. ഇനി ഇവിടെ ആണ് നമ്മുടെ ഫൾക്രം, ഇവിടെയാണ് നമ്മുടെ എഫേർട്ട്, എന്നാൽ ലോഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസും നമ്മുടെ എഫേർട്ട്, ഇതാണ് എഫേർട്ട്, ഇതാണ് ലോഡ്. അപ്പോൾ എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോഡ് ആം കൂടുതലും എഫേർട്ട് ആം കുറവും. അപ്പോൾ ഇത് നമുക്കൊരു 40യും ഇത് നമ്മളൊരു 10ഉം ഇടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം ആകുമ്പോൾ എന്ത് വരും, 1/4 വരും. എഫേർട്ട് ആം ബൈ ലോഡ് ആം ആകുമ്പോൾ 1/4 വരും എന്ന് പറഞ്ഞാൽ 0.25 ആണ്, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 കണ്ടീഷൻ. തൊട്ടുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ ലിവർ ആണെങ്കിൽ 3 സാധ്യതകളുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഒരു തിയറിയിൽ നിന്നാണ് നമുക്കത് വളരെ ഈസിയായി കൺക്ലൂഡ് ചെയ്തത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെക്കൻഡ് ഓർഡർ ലിവർ. എന്താണ് ലോഡാം, എന്താണ് എഫേർട്ടാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ ഏത് പിക്ചർ തന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഏത് ഓർഡർ ഓഫ് ലിവർ ആണ് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്കാം സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ലിവർ പോലും നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ നോക്കാം സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത, ഫൾക്രം എന്ന് പറയുന്ന പൊസിഷൻ ഈ അറ്റത്തായിരിക്കും. ഫൾക്രം എന്ന് പറയുന്ന പൊസിഷന് ഈ അറ്റത്തായിരിക്കും. ലോഡ് എന്ന് പറയുന്നത് സെൻട്രലായിരിക്കും, എഫേർട്ട് ഒരു അറ്റത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ സെക്കൻഡ് ഓർഡർ ലിവറിനെ ഇവിടെ ELF എന്ന് കൊടുത്തുള്ളത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആരാണ് സെൻട്രലുള്ളത് എന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചേക്കുക. ഇവിടെ ലോഡാണ് സെൻട്രലുള്ളത്, ഇവിടെ ലോഡാണ് സെൻട്രലുള്ളത്. അപ്പോൾ ഇവിടെ ലോഡ് സെൻട്രലാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ആദ്യം ഓർമ്മ വേണ്ടത് എന്താണ് എഫേർട്ടാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ളതാണ് എന്ത്, എഫേർട്ടാം. ലോഡ് മുതൽ ഫൾക്രം വരെയുള്ളതാണ് എന്ത്, ലോഡാം. അപ്പോൾ ഈ പിക്ചർ ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, എഫേർട്ടാം ആണ് വലുത്, ലോഡാം ചെറുതാണ്. അപ്പോൾ എഫേർട്ടാമിന് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 40 നമ്പർ വാല്യൂ കൊടുക്കുകയാണ്, ലോഡാമിന് ഞാനൊരു 20 കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫേർട്ടാമിൻ്റെ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 40, ലോഡാമിന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 20. അപ്പോൾ നമുക്ക് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയത് 2. അതിൽ നിന്ന് നമുക്കൊരു കാര്യം അസ്യൂം ചെയ്യാൻ സാധിക്കും, സെക്കൻഡ് ഓർഡർ ലിവർ ആണോ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 ആവാം, ഗ്രേറ്റർ ദാൻ 1 ആകാം, ലെസ് ദാൻ 1 ആകാം.
എന്നാൽ സെക്കൻഡ് ഓർഡർ ലിവർ ആണ് എങ്കിൽ അതിൻ്റെ എഫേർട്ട് ആം എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും, ലോഡ് ആം എന്ന് പറയുന്നത് കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ വലുതായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. തേർഡ് ഓർഡർ ലിവറാണ് നമ്മൾ പഠിക്കുന്നത്. ഈ തേർഡ് ഓർഡർ ലിവർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആരാണ് സെൻട്രൽ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എഫേർട്ടാണ് സെൻട്രൽ. അപ്പോൾ എഫേർട്ട് സെൻട്രൽ ഉണ്ട് എങ്കിൽ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എഫേർട്ട് ആമിൻ്റെ വലുപ്പവും ലോഡ് ആമിൻ്റെ വലുപ്പവും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കാം, ഫൾക്രം ഒരു അറ്റത്താണ്, ELFൽ ഫൾക്രം അറ്റത്ത് തന്നെയാണ്. ഇനി എഫേർട്ട് എന്ന് പറയുന്ന ആളാണ് സെൻട്രലുള്ളത്, ലോഡ് എന്ന് പറയുന്ന ആൾ ഒരറ്റത്താണ്. എന്ത് തന്നെയാണെങ്കിലും എഫേർട്ട് ആമും ലോഡ് ആമും നമ്മൾ മെഷർ ചെയ്യുക എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ഫൾക്രത്തിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ലോഡ് മുതൽ നമ്മുടെ ഫൾക്രം വരെയുള്ള ദൂരം കാണുന്നത് ഇത്രയാണ്. എന്നാൽ എഫേർട്ട് മുതൽ നമ്മുടെ ഫൾക്രം വരെ കാണുന്ന ദൂരം ഇത്രയാണ്. അപ്പോൾ ഞാൻ ലോഡ് ഇതാണല്ലോ നമ്മുടെ ലോഡ് ആം, ഇതാണ് നമ്മുടെ എഫേർട്ട് ആം. അപ്പോൾ എഫേർട്ട് ആമിന് ഞാൻ 20 എന്ന് കൊടുത്തു വിചാരിക്കാം, ലോഡ് ആമിന് ഞാൻ 40 എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി വരും, എഫേർട്ട് ആം എന്ന് പറയുന്നത് 20ഉം ലോഡ് ആം എന്ന് പറയുന്നത് 40ഉം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 ആണ്. 1/2 എന്ന് പറയുന്നത് <1 ആണ്. അപ്പോൾ ഈ ഒരൊറ്റ കൺക്ലൂഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ തേർഡ് ഓർഡർ ലിവർ വിൽ ബി ഓൾവേസ് <1. തേർഡ് ഓർഡർ ആണോ <1 ആയിരിക്കും. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് ആം ഈസ് ഗ്രേറ്റർ ദാൻ എഫേർട്ട് ആം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു പാർട്ട് പഠിക്കുമ്പോൾ നമ്മളെ ഇഗ്നോർ ചെയ്തു പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന സാധനവും ഏത് ഓർഡറാണെന്ന് പിക്ചർ തന്നാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇതിൻ്റെ പേര് നമ്മുടെ തലയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എക്സാമിന് പണി തരും. കാരണം എക്സാമിന് ചോദിക്കും, ഈ ഫോർസപ്പ് എന്ന് പറയുന്ന വേർഡ് തന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഫോർസപ്പ്. അപ്പോൾ ഫോർസപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വേണം. നമ്മളെല്ലാവരും കണ്ടു പരിചയമുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിനാണ്, ഈ സിമ്പിൾ മെഷീനാണ് നമ്മൾ എന്ത് പേര് പറയുക, ഫോർസപ്പ് എന്ന് പറയാം. അപ്പോൾ ഫോർസപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വളരെ ഈസിയായി കിട്ടും. പിന്നെ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെന്താണെന്ന് കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമ്മൾ ഫോർസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള ഈ സിമ്പിൾ മെഷീനാണെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൻ്റെ പേരുകൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ കൺക്ലൂഷൻ എത്രയേ ഉള്ളൂ, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് =1 ആകാം, >1 ആകാം, <1 ആകാം. ഇനി സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഓൾവേസ് >1. ഇനി തേർഡ് ഓർഡർ ആണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഓൾവേസ് <1. അതാണ് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മളത് പഠിച്ചു എന്നുള്ളത് കൺഫേം ചെയ്യുന്നൊരു ബോക്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ഓർഡറിൻ്റെ പ്രത്യേകത നോക്കാം. ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് എഫേർട്ട്. ഫൾക്രം എവിടെയായിരിക്കും, ലോഡിൻ്റെ എഫേർട്ടിൻ്റെയും ഇടയിലായിരിക്കും എന്ന് വിചാരിച്ച് എക്സാക്ട് സെൻട്രലിലാകാം, അല്ലെങ്കിൽ ഒന്ന് ലോഡ് ആമിൻ്റെ അടുത്താകാം, ഒന്ന് എഫേർട്ട് ആമിൻ്റെ അടുത്താകാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നോക്കാം, 3 കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞാണ് >1, =1, <1. ഇനി സെക്കൻഡ് ഓർഡറിൻ്റെ കേസിൽ നമ്മുടെ ആരായിരിക്കും സെൻട്രൽ ഉണ്ടാവുക, ലോഡായിരിക്കും സെൻട്രൽ ഉണ്ടാവുക. ലോഡ് വിൽ ബി സെൻറ്റർ, ലോഡാണ് സെൻട്രൽ ഉണ്ടാവുക, അപ്പുറവും ഇപ്പുറവും എഫേർട്ടും ഫൾക്രമായിരിക്കും. ഇനി ഇവിടെ എന്താണ് ഉണ്ടാവുക, >1. ഇനി നമുക്ക് തേർഡ് ഓർഡർ നോക്കാം. തേർഡ് ഓർഡറിൽ ആരായിരിക്കും സെൻട്രൽ ഉണ്ടാവുക, എഫേർട്ടായിരിക്കും സെൻട്രൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി <1. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. മനസ്സിലായാൽ വളരെ സിമ്പിളാണ്, മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ കൺഫ്യൂഷനുമാണ്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഫിക്സ്ഡ് പുള്ളിയും മൂവബിൾ പുള്ളിയും വരുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ ആവുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ ഫൾക്രം, എവിടെയാണ് അതിൻ്റെ ലോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഡൗട്ടാണ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിക്സ്ഡ് പുള്ളി ആ പേരിൽ തന്നെയുണ്ട് അത് എങ്ങനത്തെ സിമ്പിൾ മെഷീൻ ആണെന്നുള്ളത്. അപ്പോൾ എന്താണ്, ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറുന്നില്ല. പക്ഷേ ഫിക്സ്ഡ് പുള്ളിയിൽ ഒരു വീലുണ്ടെന്ന് നമുക്കറിയാം, ആ വീൽ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ പുള്ളി എന്ന് പറയുന്ന സാധനം എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നിൽക്കും. എന്നാൽ നമ്മൾ മൂവബിൾ പുള്ളി, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൂവബിൾ പുള്ളി. ഈ മൂവബിൾ പുള്ളി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മൂവബിൾ പുള്ളി നമ്മളുടെ എഫേർട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ എഫേർട്ട് കൊടുക്കുന്ന സമയത്ത് ലോഡിനോടൊപ്പം തന്നെ മുകളിലോട്ടേക്ക് റൈസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് പേര് പോലും കൊടുത്തിരിക്കുന്നത് മൂവബിൾ പുള്ളി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഫിക്സ്ഡ് പുള്ളി പഠിക്കാം, അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതും നോക്കാം. അപ്പോൾ ഫിക്സ്ഡ് പുള്ളി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ പരിചയമാണ്, നമ്മൾ കിണറിന് വെള്ളം കോരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന സെയിം ആക്ഷനാണ്. അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ ഇടയ്ക്ക് താഴോട്ടേക്ക് വലിക്കും, അപ്പോൾ ഉണ്ടാകുന്നതൊക്കെ സെയിം കോൺസെപ്റ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഫിക്സ്ഡ് പുള്ളി എന്താ നോക്കാം. ഇതിൽ നോക്കാം, ഈ ഫസ്റ്റത്തെ പിക്ചർ നോക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. ആ സമയത്ത് ലോഡ് റൈസ് ചെയ്യുന്നത് മുകളിലോട്ടേക്കാണ്.
ഇനി ഈ കാണുന്ന പിക്ചർ ഇതാണ് ലോഡ്, ഇതാണ് ഭാരം, ഇതിനെയാണ് നമ്മൾ എന്താക്കുന്നത് റൈസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ലോഡാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് ലോഡാണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷനാണ് എഫേർട്ട് എന്ന് നമ്മൾ ആദ്യം മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എഫേർട്ട് ഇതാ ഒരറ്റത്ത്, ലോഡ് എന്ന് പറയുന്നത് ഇതാ മറ്റൊരറ്റത്ത്. എവിടെ വെച്ചാണോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പൊസിഷൻ അല്ലെങ്കിൽ ആ പോയിന്റിനാണ് ഫൾക്രം എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫൾക്രം സെൻട്രലാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒരു സാധനം ക്ലിയർ ആയി മനസ്സിലായി, ഇത് ഫസ്റ്റ് ഓർഡർ ലിവറാണ്. ഇത് എന്ത് ഓർഡർ ലിവറാണ്? ഫസ്റ്റ് ഓർഡർ ലിവറാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്നുള്ളത് വളരെ ഈസി ഐഡിയ കിട്ടി. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. കാരണം ഫസ്റ്റ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 എന്ന് പറയുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കണ്ടീഷനാണ് നമ്മുടെ ഫിക്സ്ഡ് പുള്ളിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ലോഡ് ഒരറ്റത്ത്, ഫൾക്രം സെൻറ്ററിലെ എഫേർട്ട് ഒരറ്റത്ത്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ ഒന്ന് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സോ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലോഡ് ആം ആൻഡ് ദ എഫേർട്ട് ആം ഓഫ് ദ പുള്ളി? അപ്പോൾ ലോഡാമോ എഫേർട്ട് ആമും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇപ്പുറത്ത് വരക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പാർട്ടാണ് ഞാൻ ഇപ്പുറത്തോട്ടേക്ക് വരക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു മൂവബിൾ പുള്ളി ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ ആ മൂവബിൾ പുള്ളിയിലൂടെ നമ്മൾ പോകുന്ന കയറാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന കയറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ലോഡ് ഉള്ളത്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇവിടെ ഫൾക്രം എന്ന് പറയുന്ന പാർട്ടാണ് ഇതിൻ്റെ സെൻട്രലുള്ളത്. ഫൾക്രം എന്ന് പറയുന്ന പാർട്ടാണ് സെൻട്രൽ. അപ്പോൾ ഞാൻ ഇവിടെ ഫൾക്രം എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം ഈ പോയിന്റിലാണ് നമ്മൾ എഫേർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പുള്ളിയിൽ അത് ആക്ട് ചെയ്യുന്നത്. സിമിലർലി ലോഡ് ആദ്യം ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു സർക്കിളാണല്ലോ, ഈ കാണുന്നത് എന്താണ്? ഒരു സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിൽ നിന്ന് നമ്മൾ ലോഡാമും എഫേർട്ടാമും ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ളതിനാണല്ലോ നമ്മൾ എഫേർട്ടാം എന്ന് പറയാം. സിമിലർലി ലോഡ് മുതൽ ഫൾക്രം വരെയുള്ളതിനാണല്ലോ നമ്മൾ ലോഡാമെന്ന് പറയാം. അപ്പോൾ ഒരു സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയാം. യെസ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും റേഡിയസ് തന്നെയല്ലേ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡാം ഈക്വൽ ടു റേഡിയസ് ആണ്, എഫേർട്ടാം ഈക്വൽ ടു റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? എഫേർട്ട് ആം ബൈ ലോഡാം എന്ന് വരും. എഫേർട്ട് ആം ബൈ ലോഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ എന്തായിട്ടാണ് വരുന്നത്? R/R ആയിട്ട് വരും. അപ്പോൾ R/R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഫിക്സ്ഡ് പുള്ളി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ലിവറാണ്. അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോദ്യം നോക്കാം. ഇഫ് സോ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലോഡ് ആം ആൻഡ് ദ എഫേർട്ട് ആം ഓഫ് ദ പുള്ളി? ഫിക്സ്ഡ് പുള്ളി ആണെങ്കിൽ ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ആം. When we consider a fixed pulley without friction, we have to apply more force എന്നുള്ളായിരുന്നു, അല്ലെങ്കിൽ മോർ എഫേർട്ട് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു ഫിക്സ്ഡ് പുള്ളി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ എഫേർട്ടിനേക്കാൾ കൂടുതൽ ലോഡ് കൊടുക്കണോ അല്ലെങ്കിൽ ലോഡും എഫേർട്ടും ഈക്വൽ ആകണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കോൺസെപ്റ്റിൽ നമുക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഫേർട്ട് ആം ബൈ ലോഡ് ആം ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇത് എന്തിനോട് കൂടി ഈക്വൽ ആകണം? ലോഡ് ബൈ എഫേർട്ടിനോട് കൂടി ഈക്വൽ ആകണം. അപ്പോൾ ലോഡ് ബൈ എഫേർട്ടിനോട് കൂടി ഈക്വൽ ആകണമെങ്കിൽ നമ്മൾ എത്ര എഫേർട്ടാണോ കൊടുക്കുന്നത് അത്ര ലോഡ് തന്നെ ആയിരിക്കും അവിടെ റൈസ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഇല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വെൻ വി കൺസിഡർ ഫിക്സ്ഡ് പുള്ളി വിത്തൗട്ട് ഫ്രിക്ഷൻ വി ഹാവ് ടു അപ്ലൈ മോർ എഫേർട്ട് ദാൻ ലോഡ്, യെസ് ഓർ നോ എന്നുള്ളതാണ്. യെസ് ഓർ നോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വരുന്നത് എത്രയാണോ എഫേർട്ട് കൊടുക്കുന്നത് അത്ര ലോഡേ റൈസ് ചെയ്യുള്ളൂ. ലോഡും എഫേർട്ടും അവിടെ ഈക്വൽ ആണ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ലോഡ് ആൻഡ് എഫേർട്ട് ഷുഡ് ബി ഈക്വൽ. ലോഡ് ഈക്വൽ ടു എഫേർട്ട്. അതായത് നമ്മൾ കുറച്ച് എഫേർട്ട് കൊടുത്തിട്ട് വലിയ ലോഡ് റൈസ് ചെയ്യാൻ ഇവിടെ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ഫിക്സ്ഡ് പുള്ളി? അത് 1 ആയിരിക്കും. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രിക്ഷൻലെസ് ഫിക്സ്ഡ് പുള്ളി ടു ലിഫ്റ്റ് ഒബ്ജക്റ്റ്? അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മൾ എത്ര എഫേർട്ടാണോ കൊടുക്കുന്നത് അത്ര എഫേർട്ടിനുള്ള ലോഡ് മാത്രമേ അവിടെ റൈസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഫിക്സ്ഡ് പുള്ളി അഥവാ ഒരു സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? താഴോട്ടാണ്.
പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് മുകളിലോട്ടേക്കാണ്. അപ്പോൾ അപ്ലൈ വി ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സിമ്പിൾ മെഷീനിൽ പഠിച്ച 2 അഡ്വാൻറ്റേജിൽ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജാണ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് പുള്ളിയിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ചേഞ്ച് ആകുന്നില്ല എന്നുള്ളത് ഓർത്ത്. ഇനി നമുക്ക് അടുത്തൊരു മൂവബിൾ പുള്ളി എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് മൂവബിൾ പുള്ളി? മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇടുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ആ പോയിൻറ്റിൽ അതിൻ്റെ കൂടെ ലോഡ് റൈസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലോഡ് റൈസ് ആവുന്നുണ്ട്. ഈ ലോഡ് റൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഫിക്സ്ഡ് പുള്ളിയും മുകളിലോട്ടേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് മൂവബിൾ പുള്ളി എന്നുള്ള പേര് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനു മുമ്പ് ഇത് ഏത് ഓർഡർ ഓഫ് ലിവർ ആണ് എന്നുള്ളതൊന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ നോക്കാം, ലോഡ് എന്ന് പറയുന്നത് ഇതവിടെ സെൻട്രലുണ്ട്. ഇനി അവിടെ എഫേർട്ട് സ്വാഭാവികമായിട്ടും ഇവിടെയാണ് കൊടുക്കുക. പിന്നെ ഈ പോയിന്റിൽ ഈ റോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഫൾക്രം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ നോക്കാം, ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ റോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് ഫൾക്രമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു പോയിന്റിലായിരിക്കും ഫൾക്രം ഉണ്ടാവുക. ലോഡ് എന്ന് പറയുന്നത് ഇവിടെ സെൻട്രലാണ്, എഫേർട്ട് എന്ന് പറയുന്നത് ഒരറ്റത്താണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇവിടെ എഫേർട്ട് ഒരറ്റത്ത്, ലോഡ് നടുവിൽ, ഫൾക്രം ഒരറ്റത്ത്. ഇത് ഏത് ഓർഡറാണ് എന്നുള്ളത്. അപ്പോൾ ഈ LF എന്ന് പറയുന്ന ഓർഡർ അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് നമ്മുടെ സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് വേറെ കാര്യം കൂടി മനസ്സിലായി. ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സെൻറ്റർ പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു പിക്ചർ വന്നു. ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലായി ലോഡ് എന്ന് പറയുന്നത് സെൻട്രലാണ്, എന്നാൽ ഫൾക്രം എന്ന് പറയുന്നത് ഒരറ്റത്തും എഫേർട്ട് എന്ന് പറയുന്നത് ഒരറ്റത്തും. ഇവിടെയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എഫേർട്ടാം, എന്താണ് ലോഡാം എന്നുള്ളതാണ്. അപ്പോൾ എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എഫേർട്ടാം, എന്നാൽ ലോഡ് മുതൽ ലോഡാം വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ലോഡാം. ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ലോഡാം. അപ്പോൾ ഈ പിക്ചർ വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എഫേർട്ടാം ഇവിടെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. കാരണം നമ്മുടെ പുള്ളി എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കുലാർ സ്ട്രക്ചറാണ്. ഇനി ലോഡാം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായി മാറി? ഡയമീറ്റർ ബൈ റേഡിയസ് എന്നായി മാറി. പിന്നെ നമ്മളെല്ലാവരും ഒരുപാട് മാത്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഡയമീറ്റർ ഈക്വൽ ടു 2r. അപ്പോൾ നമ്മൾ ഈ ഡയമീറ്ററിന് പകരം 2r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 2r ബൈ r എന്ന് വരും. അപ്പോൾ ഈ r ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആയോ ഇല്ലയോ? യെസ്. അപ്പോൾ ഒരു മൂവബിൾ പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 2 ആയിരിക്കും. അവർ സിംഗിൾ മൂവബിൾ പുള്ളി, ഓർമ്മയാണോ? സിംഗിൾ മൂവബിൾ പുള്ളിയാണെങ്കിൽ അതിന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഈക്വൽ ടു 2 അഥവാ ഗ്രേറ്റർ ദാൻ 1. കാരണം എഫേർട്ടാം ഡയമീറ്ററും ലോഡാം റേഡിയസുമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ സിംഗിൾ മൂവബിൾ പുള്ളി ഞാൻ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിംഗിൾ മൂവബിൾ പുള്ളിയാണെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാൻ വിചാരിക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ ആണല്ലോ എഫേർട്ടാം ബൈ ലോഡാം. അത് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് എഫേർട്ടാം എന്താണെന്നുള്ളത് വളരെ ഈസിയായി കണ്ടുപിടിച്ചൂടെ? എഫേർട്ടാം ഈക്വൽ ടു എന്തായിരിക്കും? 2 ഇൻറ്റു ലോഡാം. ഇനി ലോഡാം എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫേർട്ടാം ബൈ 2. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എഫേർട്ടാം ബൈ ലോഡാം ആണ് എങ്കിൽ എഫേർട്ടാം എന്ന് പറയുന്നത് 2 ടൈംസ് ലോഡാമും ലോഡാം എന്ന് പറയുന്നത് എഫേർട്ടാം ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ പല ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് കണ്ട് കത്തൂല. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് പറയാം. ദ റോപ്പ് ഈസ് പുൾഡ് 2 മീറ്റർ ബൈ അപ്ലൈയിങ് എഫേർട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫിക്സ്ഡ് പുള്ളി, അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ എടുക്കാം. ഒരു പിക്ചർ നമുക്ക് വരക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഒരു മൂവബിൾ പുള്ളിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു മൂവബിൾ പുള്ളി ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൂവബിൾ പുള്ളി ഉള്ളത്. അപ്പോൾ മൂവബിൾ പുള്ളിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ആയിരിക്കും എഫേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ചോദ്യം ഇതാണ്, ദ റോപ്പ് ഈസ് പുൾഡ് 2 മീറ്റർ. അപ്പോൾ എഫേർട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ 2 മീറ്ററാണ് ഈ റോപ്പ് മുകളിലോട്ടേക്ക് എന്തായിട്ടുള്ളത്? മൂവ് ചെയ്തിട്ടുള്ളത്.
ഹൗ മച്ച് വിൽ ദ ലോഡ് റൈസ്, ആ സമയത്ത് ഇവിടെ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ലോഡ് എത്ര മുകളിലോട്ടേക്ക് ഉയരുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ലോഡ് ഈ പോയിന്റിൽ ഈ പോയിന്റിലോട്ടേക്ക് എത്ര വന്നു എന്നുള്ളതാണ്. അതാണ് ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു, അപ്പോൾ ഞാൻ LD എന്ന് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരുന്നു? 2. ഇനി ഇക്വേഷൻ എന്താണ്? എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ 2/2 എന്ന് എഴുതി. അപ്പോൾ എന്ത് കിട്ടി? ആൻസർ 1 കിട്ടി. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ? ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 8 മീറ്റർ ആയിരുന്നു ഉയർത്തിയിരുന്നത് എങ്കിൽ ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ പകുതിയായിട്ട് എന്താവുമായിരുന്നു? 4 ആകുമായിരുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൺഫ്യൂഷൻ ആകണ്ട. നമ്മൾ കയറ് ഒരു 4 മീറ്ററാണ് മുകളിലോട്ടേക്ക് എഫേർട്ട് കൊടുത്ത് ഉയർത്തുന്നത് എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ലോഡ് എത്ര ഉയരുമെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ 4ൻ്റെ പകുതിയായിട്ടുള്ള 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിനെ ബന്ധിപ്പിക്കുന്ന റിലേഷൻ എന്നുള്ളത് ഓർത്തുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നേരെ തിരിച്ചും ചോദിക്കാം. ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ 2 ആണെങ്കിൽ എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു 2 ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. വാട്ട് ഷുഡ് ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റോപ്പ് വെൻ ദ എഫേർട്ട് അപ്ലൈഡ് റൈസസ് ദ ലോഡ് ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇപ്പോൾ എന്താണ്? ലോഡ് ഡിസ്പ്ലേസ്. വാട്ട് ഷുഡ് ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റോപ്പ് വെൻ ദ എഫേർട്ട് അപ്ലൈഡ് റൈസസ് ദ ലോഡ് ബൈ 1 മീറ്റർ. അപ്പോൾ നമുക്ക് ലോഡ് ഡിസ്പ്ലേസ്ഡ് കിട്ടി 1 മീറ്ററാണ്. ഇനി നമ്മുടെ ഇക്വേഷൻ ഇൻറ്റു 2 എന്നുള്ളത് എഴുതി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എഫേർട്ട് എത്ര ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ആ റോപ്പിനെ നീക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് ആൻസർ 2 കിട്ടി. അപ്പോൾ ഒന്നുമില്ല, ഈ റിലേഷൻ ഈ ഇക്വേഷന് പഠിച്ചു വെച്ചാൽ മതി. ഒരു ഇക്വേഷൻ മാത്രം പഠിക്കാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഡെറൈവ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. അപ്പം റോപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മളെ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വർക്കിൻ്റെ ഇക്വേഷൻ. അതെന്തായിരുന്നു? F/S എന്ന് പറയും, അഥവാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദർ ഈസ് നോ ഗെയിൻ ഇൻ ദ വർക്ക് ഈവൻ ദോ ദർ ഈസ് ഗെയിൻ ഇൻ ദ എഫേർട്ട് അപ്ലൈഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും ഏതൊക്കെ ക്വാണ്ടിറ്റീസാണ് ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. എ മൂവബിൾ പുള്ളി ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ്. അപ്പോൾ ഇതാണ് ഒരു മൂവബിൾ പുള്ളി. ഈ മൂവബിൾ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാണ്? ഒരു 600 ന്യൂട്ടൺ ലോഡ് എന്ന് കൊടുത്തിരിക്കുന്നത് വെയിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. കാരണം വെയിറ്റ് ഈസ് എ ഫോഴ്സ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ന്യൂട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 600 ന്യൂട്ടൺ ലോഡ് ഉയർത്താൻ ഒരു മൂവബിൾ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. വെൻ ദ റോപ്പ് ഈസ് പുൾഡ് 8 മീറ്റർ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ ദെൻ ദ ലോഡ് റൈസസ് ബൈ 4 മീറ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതാണ് ലോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കാനും ഏതാണ് എഫേർട്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഗെയിൻ ഇൻ വർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക, 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുക. ഒന്ന്, വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ മുകളിൽ നടന്ന വർക്ക്. രണ്ടാമത്തേത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ്. നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോഴാണല്ലോ വർക്ക് ഡൺ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ അതിനർത്ഥം അവിടെ ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് എന്നതുപോലെ തന്നെ അവിടെ ദർ ഈസ് നോ ലോസ് ഇൻ വർക്ക്. അപ്പോൾ ഒരു സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് കൂടി പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിട്ട് മൂവബിൾ പുള്ളി ഈസ് യൂസ് ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് 600 ന്യൂട്ടൺ. ഇനി മൂവബിൾ പുള്ളി ഈസ് യൂസ് ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ് വരെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. വെൻ ദ റോപ്പ് ഈസ് പുൾഡ് 8 മീറ്റർ. അപ്പോൾ ഈ റോപ്പിനെയാണ് നമ്മൾ മുകളിലോട്ടേക്ക് ഉയർത്തി. എത്ര മീറ്റർ ഉയർത്തിയത്? 8 മീറ്റർ. അപ്പോൾ നമ്മൾ 8 മീറ്റർ മുകളിലോട്ടേക്ക് ഉയർത്താൻ കൊടുത്ത ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് 300 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതാണ് എഫേർട്ട് 300 ന്യൂട്ടൺ. അപ്പോൾ ലോഡ് വെയിറ്റ് ഇതാണല്ലോ. അപ്പോൾ ഇതാണ് ലോഡ്. ഒറ്റയടിക്ക് ലോഡ് കിട്ടി, ഒറ്റയടിക്ക് എഫേർട്ട് കിട്ടി. ഇനി നമ്മൾ എഫേർട്ട് കൊടുത്തപ്പോൾ നീങ്ങിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതാണ് എഫേർട്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ദെൻ ദ ലോഡ് റൈസസ് ബൈ 4 മീറ്റർ. അപ്പോൾ ലോഡ് എത്രയാണ് മുകളിലോട്ടേക്ക് റൈസ് ചെയ്തതെന്നാണ് പറയുന്നത്? 4 മീറ്റർ. തൊട്ട് മുമ്പ് നമ്മളിവിടെ ഒരു ഇക്വേഷൻ വെച്ച് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, അതിവിടെ പ്രൂവ് ആയത് കാണാം. 8 മീറ്ററിൻ്റെ പകുതി ആയിരിക്കും 4 മീറ്റർ ഉണ്ടാവാം. അതായത് 8 മീറ്റർ മുകളിലോട്ടേക്ക് ഉയർത്തുമ്പോൾ ലോഡ് എത്ര ഉയരും എന്നുള്ളതാണ്. അത് നമ്മുടെ എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പകുതിയായിരിക്കും. അതായത് 8ൻ്റെ പകുതി ഇവിടെ 4 വന്നു. അപ്പോൾ അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ആകെ ചെയ്യേണ്ടത് വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് അതാദ്യം കണ്ടുപിടിക്കാം.
പിന്നെ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന W = Fs എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്നാൽ ഈ W = Fsൻ്റെ എഫിൽ നമ്മൾ ഒരു കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ലോഡ് എന്ന് പറയുന്ന ഫോഴ്സും ഒരു കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എഫേർട്ട് എന്ന് പറയുന്ന കേസ് വരും. അപ്പോൾ അത് മാത്രമേ ആകെ ഇതിൽ ചെയ്യാനുള്ളൂ. അത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഞാൻ അവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അഥവാ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ലോഡാണ്. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് 600 ന്യൂട്ടൺ കിട്ടി. ഇനി അതുണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 600 × 4 എന്ന് വരും 2400 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയേ. ഇനി നമ്മൾ രണ്ടാമത്തെ കൺസിഡർ ചെയ്യുകയാണ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എഗെയിൻ ദ സെയിം ഇക്വേഷൻ ഫോർ വർക്ക്. അപ്പോൾ ഇവിടെ ഫോഴ്സിന് പകരം നമ്മൾ ആരെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എഫേർട്ടിനെ. അപ്പോൾ എഫേർട്ടിൻ്റെ ഫോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് 300 ന്യൂട്ടൺ. അപ്പോൾ ഞാനിവിടെ എഴുതി 300 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 8 മീറ്റർ ഇൻറ്റു 8 എന്തായി. അപ്പോൾ 300 × 8 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2400 ആണ് കിട്ടുക. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ജൂളാണ്. അതുകൊണ്ട് എനർജി അല്ല കണ്ടുപിടിച്ചത്, വർക്കാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ വർക്ക് ഡൺ = 300 × 8 2400 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണോ? യെസ്. അപ്പോൾ അതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്താണ്? ദർ ഈസ് നോ ഗെയിൻ ഇൻ ദ വർക്ക്. വർക്കിൽ ഒരു ഗെയിനും ഇല്ല, ഒരേ വർക്കാണ് വരുന്നത്. എന്ന പോലെ തന്നെ ദർ ഈസ് നോ ലോസ് ഇൻ ദ വർക്ക്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണിത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി കിട്ടും. ഒന്നുമില്ല, നമ്മളിവിടെ വർക്ക് കണ്ടുപിടിച്ചു. വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ രണ്ട് കാറ്റഗറിയിൽ നമ്മളത് ചെയ്യണം. ഒന്ന് വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയും അതാണ് ഇവിടെ. ആ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും ചെയ്യാം. എന്നാൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അപ്ലൈഡിൻ്റെ കേസിൽ എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും ചെയ്യുക. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യുക. ഈക്വൽ ആണ് എങ്കിൽ ദർ ഈസ് നോ ഗെയിൻ ഇൻ വർക്ക് ഡൺ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസ് ദർ എനി ഗെയിൻ ഓർ ലോസ് ഇൻ വർക്ക് യൂസിങ് സിമ്പിൾ മെഷീൻ എന്ന് ചോദിക്കും. സിമ്പിൾ മെഷീൻ ഉപയോഗിച്ചാൽ വർക്കിൽ എന്തെങ്കിലും ഗെയിൻ ഉണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ ആൻസർ ഞാൻ വലിയൊരു നോ കൊടുത്തത് തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ടേക്ക് അത് ഓടിയെത്തണം. ദർ ഈസ് നോ ഗെയിൻ ഓർ ലോസ് ഇൻ വർക്ക് ബൈ യൂസിങ് സിമ്പിൾ മെഷീൻ. സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് എന്ന് വിചാരിച്ച് നമ്മുടെ വർക്കിൽ ഒരു ചേഞ്ച് വരുന്നില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താകുന്നു? മൾട്ടിപ്ലൈ ആയി വരുന്നു. അഥവാ നമ്മുടെ എഫേർട്ട് കുറയുന്നു, നമ്മുടെ എക്സേഷൻ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗെയിൻ ഇല്ല, അതേപോലെ ലോസും ഇല്ല. പക്ഷേ എന്തുണ്ടാവും? നമ്മുടെ എഫേർട്ടിലും അഥവാ നമ്മുടെ എക്സേഷനിലൊക്കെ കുറവുണ്ടാവും. അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താവും? മൾട്ടിപ്പിൾ ആയിട്ട് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. എന്ന പോലെ തന്നെ നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷന് ചേഞ്ച് ചെയ്യാനും പറ്റും. പക്ഷേ ഗെയിൻ ഇൻ വർക്ക് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നോ. ഓക്കെ, ഇനിയാണ് നമ്മുടെ സിമ്പിൾ മെഷീനിൽ നമ്മൾ ലിവർ കഴിഞ്ഞു, ഫിക്സഡ് പുള്ളിയും മൂവബിൾ പുള്ളിയും കഴിഞ്ഞു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീൽ ആൻഡ് ആക്സ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് തൊട്ടുമുമ്പ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലോഡ് ബൈ എഫേർട്ട് ആണെന്നും. ലിവറിൻ്റെ കേസിൽ വരുമ്പോൾ അത്, അല്ലെങ്കിൽ പുള്ളിയുടെ കേസിൽ വരുമ്പോൾ അത് എഫേർട്ടാം ബൈ ലോഡാമെന്നായിരുന്നു. എന്നാൽ ഇനി നമ്മൾ വീൽ ആൻഡ് ആക്സിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും അതുപോലെ മറ്റ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മുടെ ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടി ഇനി എഫേർട്ടാം ബൈ ലോഡാമിന് പകരം ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടറുകളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ വീൽ ആൻഡ് ആക്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഫേർട്ടാം ബൈ ലോഡാമിന് പകരം നമുക്ക് വരുന്നതാണ് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. അപ്പോൾ എന്താണ് ആർ, എന്താണ് സ്മോൾ ആർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിളാണ്. അതിനു മുമ്പ് എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വീലുണ്ട്. അപ്പോൾ ഈ പാർട്ടാണ് വീല്. വലിയ ചക്രമായിരിക്കും വീല്. അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ചെറിയ സർക്കുലാർ റേഡിയസ് ഒക്കെ ഉള്ള ആ ഒരു സെക്കൻഡ് പാർട്ടായിരിക്കും അതിൻ്റെ ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീലും ആക്സിൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവും. എൻ്റെ കൈയാണ് വീല് എങ്കിൽ ഈ കാണുന്ന സാധനമാണ് ആക്സിൽ. അപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വീല് ഒരു സർക്കുലാർ പാത്തിലാണല്ലോ കറങ്ങുക. അപ്പോൾ സർക്കുലർ പാത്തിൽ കറങ്ങുന്നതിനാണല്ലോ നമ്മൾ ആ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 2πr അല്ലേ? 2πr ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സർക്കുലർ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ വലിയ വീലിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ചെറിയ വീലിൻ്റെ റേഡിയസിനെ സ്മോൾ ലെറ്റർ ആർ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരോ റൊട്ടേറ്റ് ചെയ്യുന്നു? അതിൻ്റെ ആക്സിലും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സർക്കംഫറൻസ് വരും. ഒന്ന് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ 2πr എന്നുള്ള ജനറൽ ഇക്വേഷൻ എഴുതി. അപ്പോൾ സർക്കംഫറൻസ് ഓഫ് എന്ത് വരുന്നുണ്ട്? നമുക്ക് വീല് വരുന്നുണ്ട്.
അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വീൽ എന്ന് പറയുന്നത് 2π ക്യാപിറ്റൽ ആർ കൊടുത്തു, കാരണം വീലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഇനി ആക്സിലിൻ്റേതാണെങ്കിലോ അതും 2πr തന്നെയാണ്, പക്ഷേ അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ 2πr എന്ന് കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ കണ്ടുപിടിക്കുക രണ്ട് കേസിൽ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ എഫേർട്ട് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ലോഡാണ് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ബൈ എഫേർട്ടും ഉണ്ട്, അതേപോലെ ഈ എഫേർട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇപ്പുറത്ത് ഈ വീല് കറങ്ങുന്നതാണ് വർക്ക് ഡൺ ബൈ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത അതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ലോഡ് ഇൻറ്റു ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യും, അതേപോലെ ഇപ്പുറത്തെ എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇ ഇൻറ്റു 2πr, അതായത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2πയും 2πയും ക്യാൻസലായി പോകും. ബാക്കി ആകെ വരുന്നത് ആരാണ്, ലോഡ് ബൈ എഫേർട്ടും അതേപോലെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും. അപ്പോൾ അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ L/E ഈക്വൽ ടു R/R. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനും തന്നിട്ടില്ല. നമുക്ക് ഈ ഒരു ഇക്വേഷൻ പറഞ്ഞ് തന്നിട്ട് നമ്മൾ വേറൊരു ടോപ്പിക്കിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കാം, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻ എ വീൽ ആൻഡ് ആക്സിൽ ദ റേഡിയസ് ഓഫ് ദ വീലാണെങ്കിൽ ക്യാപിറ്റൽ ആർ ആണെന്ത് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ സ്മോൾ ആർ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നോക്കാം, ഈഫ് ആൻ എഫേർട്ട് ഓഫ് 20 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദ വീൽ. അപ്പോൾ നമ്മുടെ വീലും വലിയ ചക്രത്തിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എഫേർട്ടും കിട്ടി എത്രയാണ്, 20 ന്യൂട്ടൺ. ഫൈൻഡ് ദ ലോഡ് ലിഫ്റ്റഡ്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, ലോഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓൾറെഡി മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഒരു ഇക്വേഷൻ അറിയാം, ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു R/R. നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താ പറയുന്നത്, ഈ കാണുന്ന ലോഡിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു R/R ആണല്ലോ. അപ്പോൾ ഈ ഈനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ലോഡ് മാത്രമല്ലോ, അപ്പോൾ R/R ഇൻറ്റു എഫേർട്ട് എന്ന് വരും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ എത്രയാണ്, 40. ഇനി ബൈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു എഫേർട്ട് എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ നമുക്കറിയാം 40/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, 4 ഇൻറ്റു 20 വരും, 4 ഇൻറ്റു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ന്യൂട്ടൺ വരും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ലോഡ് കണ്ടുപിടിക്കാനായിരുന്നു. ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു 80 ന്യൂട്ടൺ. വളരെ സിമ്പിൾ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓർമ്മയിൽ വേണം, എപ്പോഴും ലോഡ് കണ്ടുപിടിക്കാനായിരിക്കില്ല ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് റേഡിയസ് ഓഫ് ദ വീൽ ആകാം, ചിലപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് റേഡിയസ് ഓഫ് ദി ആക്സിൽ ആകും, ചിലപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എഫേർട്ട് ആകാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഇതേപോലെ എടുത്ത് എഴുതുക, തരാത്തത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക, ആൻസറിലേക്ക് എത്തും. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ടേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഇൻ എ വീൽ ആൻഡ് ആക്സിൽ ദ റേഡിയസ് ഓഫ് ദ വീൽ R ഈസ് 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ R എന്ന് പറയുന്നത് നമുക്ക് തന്നു 50. ഇനി തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് ദി ആക്സിൽ എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ R തന്നിട്ടുണ്ട്, എത്രയാണ് 10 എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ മെഷീൻ ലിഫ്റ്റ് ലോഡ് 200 ന്യൂട്ടൺ, അപ്പോൾ ലോഡ് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എഫേർട്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ മണ്ടത്തരം കാണിക്കരുത്. ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുന്നത് ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ലോഡ് തന്നു, ആ ലോഡ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ 200, എഫേർട്ട് തന്നിട്ടില്ല, അപ്പോൾ എഫേർട്ടിന് ഇ തന്നെ എഴുതി. ഇപ്പുറത്ത് ഞാൻ 50/R എന്ന് പറയുന്നത് 50/10 എഴുതി. അപ്പോൾ ഇവിടെ നോക്കുക, 200/E ഈക്വൽ ടു 5 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകെ എത്രയേ ഉള്ളൂ, ഈ 5 അങ്ങോട്ടും പോവും, ഈ 5 അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ ഇങ്ങോട്ട് പോകുന്നു. അതാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാൽക്കുലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവരുത്. അപ്പോൾ ഇതെന്തായി മാറും, 200/5 ഈക്വൽ ടു എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പോൾ 200/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ന്യൂട്ടൺ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എഫേർട്ടിന് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പോൾ 40 ന്യൂട്ടൺ. ഇനി ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ആകെ ചെയ്യേണ്ട എത്രയുള്ളൂ, ലോഡ് ബൈ എഫേർട്ട് ചെയ്യുക. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 200. എഫേർട്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 40 എന്ന് പറഞ്ഞാൽ 200/40 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, 5 കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഗിയറിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്മോൾ ഗിയറും ബിഗ് ഗിയറും. അപ്പോൾ എന്താണ് സ്മോൾ ഗിയറും ബിഗ് ഗിയറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും
അതിൻ്റെ ആക്ഷൻ എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഗിയർ ആക്ഷൻ പഠിക്കുക. ഇൻ ഗിയേഴ്സ് എനർജി ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം എ ലാർജ് ടൂത്ത്ഡ് വീൽ ടു എ സ്മോൾ ടൂത്ത്ഡ് വീൽ ഓർ ഫ്രം എ സ്മോൾ ടൂത്ത്ഡ് വീൽ ടു എ ലാർജ് ടൂത്ത്ഡ് വീൽ. അപ്പോൾ ഓർമ്മയിൽ വേണം, ടൂത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഇതേപോലെയുള്ള പല്ലുകൾക്കാണ് നമ്മൾ എന്താ പറയുക, ടൂത്ത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ടൂത്തിൻ്റെ എണ്ണം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ ചെറിയ ഗിയറാണ് വലിയ ഗിയറിനെ കറക്കുന്നത്, ഈ പിക്ചറിൽ വലിയ ഗിയറാണ് ചെറിയ ഗിയറിനെ കറക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജനറലായിട്ട് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചെറിയ ഗിയർ, സ്മോൾ ഗിയറാണ് വലിയ ഗിയറിനെ മൂവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പീഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ശക്തി ഇല്ലാത്ത ഒരാൾ ശക്തിയുള്ള ഒരാളെയാണ് നീക്കുന്നത് എങ്കിൽ ആ ശക്തിയുള്ള ആൾക്കുണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സ്ലോ ആയിരിക്കും. ഇനി ഈ കേസ് നോക്കാം, ഇവിടെ വലിയൊരു ഗിയറാണ് ആരെ നീക്കുന്നത്, ചെറിയൊരു ഗിയറാണ് നീക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരാൾ ചെറിയൊരാളെ തള്ളി നീക്കുമ്പോൾ ആ ചെറിയ ആൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും അവിടെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിലാക്കുക. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെ ആയിരിക്കും, ഒരു വണ്ടി കയറ്റത്തിലൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ സ്പീഡ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഏത് ഗിയർ ആയിരിക്കും അതിൻ്റെ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആകെ എത്രയും നോക്കണ്ടുള്ളൂ, വണ്ടീൻ്റെ സ്പീഡ് നോക്കുക. അപ്പോൾ വണ്ടീൻ്റെ സ്പീഡ് സ്ലോ ആണെങ്കിൽ അപ്പോൾ അത് ഏത് ഗിയറാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ആക്സിലുമായിട്ട്, സ്ലോ ഗിയറിന് റെസ്പോൺസിബിൾ ആവുന്ന അവിടെ ആരാണ്, വലിയ ഗിയർ. ഇനി വണ്ടിയുടെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഒരു ഇറങ്ങിക്കൊണ്ടിരിക്കണം, അപ്പോൾ വണ്ടീൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആക്സിലുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്ന ഏത് ഗിയർ ആയിരിക്കും, സ്മോൾ ഗിയർ. അതാണ് നമുക്കവിടെ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡായി പഠിക്കാനുള്ളത്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഗിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ തൊട്ടുമുമ്പൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ ആയിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ലോഡ് ബൈ എഫേർട്ട് ചെയ്തപ്പോൾ തൊട്ട് മുമ്പിൽ നമ്മൾ വീൽ ആൻഡ് ആക്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ R/R ആയിരുന്നു. എന്നാൽ നമ്മളിവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടുള്ള ഗിയറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമുക്കറിയാം, ഒരു ഗിയർ നമ്മൾ കാണുന്ന സമയത്ത് ആ ഗിയറിൻ്റെ മുകളിൽ ഇതേപോലെ നമ്പർ ഓഫ് ടൂത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ടൂത്തിൻ്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ടൂത്താണ് ഇവിടെ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനായി കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഇവിടെ തൊട്ടുമ്പ് നമ്മൾ വീൽ ആൻഡ് ആക്സിൽ പറഞ്ഞപ്പോൾ റേഡിയസ് ആയിരുന്നു എങ്കിൽ നമ്മൾ ഗിയർ പറയുന്ന സമയത്ത് നമ്പർ ഓഫ് ടൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 2 ഗിയറുകൾ എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ ഒരു വലിയ ഗിയറും ചിലപ്പോൾ ഒരു ചെറിയ ഗിയറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് കറക്കുന്നത് എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. ഇതിൽ വലിയ ഗിയർ ഏതാണ്, ചെറിയ ഗിയർ ഏതാണെന്ന് തിരിച്ചറിയുകയും അതിലുള്ള നമ്പർ ഓഫ് ടൂത്തും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിലൂടെ നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ലോഡ് ഗിയർ. അപ്പോൾ തൊട്ട് ഇവിടെ നമ്മൾ ലോഡ് പറയുന്നത് പോലെ തന്നെ ഒരു ലോഡ് ഗിയറിലുള്ള നമ്പർ ഓഫ് ടീത്തും അതേപോലെ നമ്മുടെ എഫേർട്ടിൻ്റെ കേസിലുള്ള നമ്പർ ഓഫ് ടീത്തും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടാവണം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ഇവിടെ നമ്പർ ഓഫ് ലോഡ് ഗിയർ ടീത്ത്, നമ്പർ ഓഫ് ലോഡ് ടീത്തും ഇവിടെ നമ്പർ ഓഫ് എഫേർട്ട് ടീത്തും ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ എ ഗിയർ സിസ്റ്റം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊരു ഗിയർ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ വിച്ച് എഫേർട്ട് ഈസ് അപ്ലൈഡ് ഹാസ് 12 ടീത്ത്. അപ്പോൾ നമ്മൾ എഫേർട്ട് കൊടുത്തിരിക്കുന്നത് 12 ടീത്താണുള്ളത്. അപ്പോൾ 12 ടീത്ത് ഉണ്ട്. അപ്പോൾ എഫേർട്ട് നമുക്ക് 12 ടീത്ത് എന്ന് കിട്ടി. അപ്പോൾ എഫേർട്ട് ഗിയറിൻ്റെ നമ്പർ ഓഫ് ടൂത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് ദ ഗിയർ ലിഫ്റ്റിംഗ് ദ ലോഡ് ഹാസ് 36 ടീത്ത്. അപ്പോൾ നോക്കാം, ലോഡ് എന്നുള്ള വേർഡും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ടീത്തിൻ്റെ എണ്ണമാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോഡ് ടീത്ത് കിട്ടി, അഥവാ ലോഡ് ടീത്ത് ഈക്വൽ ടു 36 എന്നും കിട്ടി. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ എഫേർട്ട് അപ്ലൈഡ് ഈസ് 20 ന്യൂട്ടൺ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ ആണ് എങ്കിൽ ഫൈൻഡ് ദ ലോഡ് ലിഫ്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇക്വേഷനിലാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫേർട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 ആണെന്ന്. അപ്പോൾ ഞാനിവിടെ ലോഡ് ബൈ എഫേർട്ട് എന്നുള്ള ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ ലോഡ് നമുക്കറിയില്ല, ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ എഫേർട്ട് എന്ന് പറയുന്നത് 20 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടീത്ത് ഓൺ ലോഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോഡ് ഗിയറിലുള്ളത് 36 ടീത്താണ്. ഇനി നമ്പർ ഓഫ് എഫേർട്ട് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ഗിയറിൽ എത്ര ടീത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എഫേർട്ട് ഗിയറിലുള്ള ടീത്തിൻ്റെ എണ്ണം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 12 ടീത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 36/12 വരും. നമ്മുടെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ 36/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. L/20 ഈക്വൽ ടു 3 എന്ന് കിട്ടും. L ഈക്വൽ ടു 3 × 20 അഥവാ 60 ന്യൂട്ടൺ എന്ന് വരും. 60 ന്യൂട്ടൺ. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഗിയർ ആണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എങ്കിൽ
അവിടെ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ നമ്പർ ഓഫ് ടീത്ത് ഓൺ ലോഡ് ഗിയർ ബൈ നമ്പർ ഓഫ് ഗിയർ ഓൺ നമ്പർ ഓഫ് ടൂത്ത് ഓൺ എഫേർട്ട് ഗിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഇതേപോലെ നമുക്ക് വാല്യൂസ് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തൊട്ട് മുമ്പ് നമ്മൾ വീൽ ആൻഡ് ആക്സിൽ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരത്തെ കേസിൽ റേഡിയസ് ആയിരുന്നുവെങ്കിൽ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് ടീത്തിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്, ഗിയറിലുള്ള പല്ലുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗിയറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഇതിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്ത്ഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എൻജിൻ വൈൽ ഗോയിങ് അപ്പ് ഹിൽ. അപ്പ് ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ ഒരു കയറ്റമാണ് നമ്മുടെ ഒരു കാറ് കയറുന്നത് എങ്കിൽ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കാറ് പോകുന്നതെങ്കിൽ ഇതിനാണ് നമ്മൾ അപ്പ് ഹിൽ എന്ന് പറയാം. മുകളിലോട്ടേക്ക് ഉയരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മുടെ കാറിൻ്റെ വേഗത നോക്കുക. കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ വേഗത എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇവിടെ സ്ലോ ആണ് എങ്കിൽ, സ്മോൾ ഗിയർ ആണ് വലിയ ഗിയറിനെ നീക്കുന്നത് എങ്കിൽ അവിടെ സ്ലോ ആകും. സ്ലോ ആകുന്ന സമയത്ത് അവിടെ ഏത് ഗിയറുമായിട്ടാണോ കണക്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്ന ഗിയർ എന്ന് പറയുന്നത് ഏതാണ്? ബിഗ് ഗിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ഗിയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ഗിയർ ആയിരിക്കും. ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ തൊട്ടുമുമ്പ് വരച്ചപ്പോൾ അപ്പ് ഹിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് ഡൗൺ ഹില്ലാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഗിയറാണ് കണക്ട് ചെയ്തിരിക്കുക ആക്സിലുമായിട്ട് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്ത്ഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എൻജിൻ വൈൽ ഗോയിങ് ഡൗൺ ഹിൽ. അപ്പോൾ സ്മോൾ ഗിയർ ആയിരിക്കും. കാരണം എന്താണ്? താഴോട്ടേക്ക് വരുന്ന സമയത്ത് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് കണക്ട് ചെയ്തിരിക്കുക ഏത് ഗിയറുമായിട്ടായിരിക്കും? അവിടെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഏത് ഗിയറുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക? സ്മോൾ ഗിയർ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുക. ഇനി ഇവിടെ നമ്മളെ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതുണ്ട്. അതാണ് വെൻ കണക്റ്റഡ് ടു എ ലാർജ് ടൂത്ത്ഡ് വീൽ. നമ്മൾ വലിയൊരു ടൂത്ത്ഡ് വീലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഡിക്രീസസ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ലാർജ് ടീത്ത് ഉള്ള അല്ലെങ്കിൽ ലാർജ് ഗിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും സ്പീഡ് കുറയും. അതാണ് വെഹിക്കിളിൻ്റെ സ്പീഡ് കുറഞ്ഞു എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് ഉണ്ടാകുന്ന 2 മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നതാണ് ഇറ്റ്സ് എഫിഷ്യൻസി ടു റൊട്ടേറ്റ് ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ്റെ എഫിഷ്യൻസി കൂടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. റൊട്ടേഷൻ്റെ എഫിഷ്യൻസി കൂടുകയാണെങ്കിൽ സ്പീഡ് കൂടുകയല്ലേ ചെയ്യേണ്ടത്? അല്ല, ഇവിടെ അതിൻ്റെ എഫിഷ്യൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് റൊട്ടേഷൻ ബുദ്ധിമുട്ടാവുകയാണ്. ആ സമയത്തും റൊട്ടേഷൻ വളരെ സ്മൂത്തായി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മളതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്ത് വെക്കുക. കാരണം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് കൂടിയിട്ടുണ്ട്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ നേരെ വിപരീതമായിരിക്കും നമ്മുടെ ഡൗൺ ഹില്ലിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് സ്മോൾ ഗിയറാണ് എഞ്ചിനുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ചെയ്തതെങ്കിൽ ആ സമയത്ത് നമ്മുടെ വീൽ കറങ്ങുന്നത് സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി ടു റൊട്ടേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതേപോലെ അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരും കുറയും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഡിക്രീസ് ചെയ്യും എന്നുള്ളത് ഓർത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഗിയറിൽ ചോദിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് ഗിയർ കണ്ടുപിടിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, മെത്തേഡ് പറയുന്നില്ല. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഈ കാണുന്ന ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ബോക്സ് ചെയ്തിരിക്കുന്ന ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചോദ്യം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് സിമ്പിൾ മെഷീൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള ഒന്ന് പഠിച്ചത് ലിവറാണ്, രണ്ടാമത് പഠിച്ചത് പുള്ളിയാണ്, മൂന്നാമത് പഠിച്ചത് വീൽ ആൻഡ് ആക്സിലാണ്, നാലാമത് പഠിച്ചത് ഗിയറാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സിമ്പിൾ മെഷീനാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്കൂളുകളിലും നമ്മുടെയൊക്കെ വീടുകളിൽ പോലും നമ്മൾ ഈ ഒരു സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, റാമ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ നടത്തം അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറുന്നതൊക്കെ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. വീൽ ചെയറൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു സിമ്പിൾ മെഷീൻ്റെ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണെന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ഈ ഒരു പിക്ചറിലോട് നോക്കുക. ഇൻക്ലൈൻഡ് പ്ലെയിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ നമുക്ക് ഇവിടേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ കാണുന്നതാണ് നമ്മൾ ലെങ്ത് എല്ലാം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്ന് പറയുന്നതാണ് ടാസ്ക്. അപ്പോൾ അതാണ് നമ്മൾ ഹൈറ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്, ഇവിടെ ലെങ്ത് ഇതേപോലെ കൂടി വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം കൊടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഇവിടെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാൻ എങ്ങനെ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാമെന്ന് ചോദിക്കും. രണ്ട് ആൻസറാണ് നിങ്ങൾ അതിന് എഴുതേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും, അഥവാ നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂടും. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ലെങ്ത് കൂടി.
അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം, ഈ ഹൈറ്റ് നമ്മളിങ്ങനെ കുറച്ചുകൊണ്ട് വരിക വിചാരിക്കാം. ഹൈറ്റ് കുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതും എന്തിനു കാരണമാവുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാൻ കാരണമാവും. അപ്പോൾ ഇത് നമുക്ക് ബേസിക്കായുള്ള ഒരു തിയറി അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു സിമ്പിൾ മെഷീൻ എക്സാമ്പിളാണ്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെയുള്ള ചുരം, അതുപോലെ കേവ്ഡ് ആയിട്ടുള്ള സർഫസുകൾ, നമ്മളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന വലിയ ചുരങ്ങളൊക്കെ തന്നെയും എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ എക്സാമ്പിളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു തിയറി കിട്ടാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ തൊട്ടുമ്പൊക്കെ ഇക്വേഷൻ എഴുതിയിട്ടുള്ളതാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ തൊട്ട് മുമ്പത്തെ കേസിൽ വീൽ ആൻഡ് ആക്സിൽ ആയപ്പോൾ R/R ആയിരുന്നുവെങ്കിൽ തൊട്ടുമ്പോൾ നമ്മൾ ഗിയർ പറഞ്ഞ സമയത്ത് നമ്പർ ഓഫ് ടീത്ത് ഓൺ ലോഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ആണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പം നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു L/H ആണ്. അപ്പോൾ ഈ L എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെങ്ത് ആണ്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെങ്ത്. H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെയും നോക്കാം, നമുക്ക് 4 ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഇതൊരു ക്വാണ്ടിറ്റി, ഇതൊരു ക്വാണ്ടിറ്റി, ഇതൊരു ക്വാണ്ടിറ്റി, ഇതൊരു ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തരില്ല, ബാക്കി 3 ക്വാണ്ടിറ്റി തരും. അടുത്ത ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും അധികം ക്വസ്റ്റ്യനും ചോദ്യം. അല്ല എങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും. ഇത് ഏത് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടുക എങ്ങനെ എന്നുള്ളതുമായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിനുത്തരമാണ് ആദ്യം തന്നെ നമ്മൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനിലായിട്ട് പോകാം. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് അതേപോലെ എടുത്ത് എഴുതുക, എന്നിട്ട് തരാത്തത് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എ ലോഡ് ഓഫ് 300 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ ലോഡ് കിട്ടി 300 ന്യൂട്ടൺ. ഈസ് പുഷ്ഡ് അപ്പ് ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 ന്യൂട്ടൺ ലോഡ്. അപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക ലോഡ്. ആ ലോഡിന് 300 ന്യൂട്ടൺ ആണ്. ഈ 300 ന്യൂട്ടൺ നമ്മൾ എന്ത് ചെയ്തു? പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 മീറ്റർ തന്നിട്ടുണ്ട്. 6 മീറ്റർ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ലെങ്ത് കിട്ടി 6 മീറ്റർ. അപ്പോൾ L എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ L കിട്ടി 6 മീറ്റർ. ആൻഡ് ഹൈറ്റ് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് H ഈക്വൽ ടു 2 മീറ്റർ എന്നിട്ടും ഫൈൻഡ് ദ എഫേർട്ട് റിക്വയർഡ്. കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്? എഫേർട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തൊട്ടുമ്പ് പറഞ്ഞു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസും തരും, അതിൽ ഒന്ന് മാത്രമേ തരാത്തുണ്ടാവുള്ളൂ. ആ ക്വാണ്ടിറ്റി തിരിച്ചറിയുക, ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് L/E നോക്കാം. L എന്ന് പറയുന്നത് 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി സ്മോൾ അതേപോലെ എഫേർട്ട് നമുക്കറിയില്ല, അപ്പോൾ എഫേർട്ട് ഇവിടെ ഇട്ടു. ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്, ഹൈറ്റ് തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ നമുക്കറിയാം 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 ആണെന്നറിയാം. അപ്പോൾ 300 ബൈ എഫേർട്ട് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇവിടെ ഒരിക്കലും ഈ കാൽക്കുലേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 ഇങ്ങോട്ട് പോകും, ഈ 3യും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 300 ബൈ 3 ഈക്വൽ ടു എഫേർട്ട് എന്നായി മാറും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. കണ്ടുപിടിച്ചത് എഫേർട്ടോ ലോഡോ ആണെങ്കിൽ അവസാനം ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് ഇടുക, കാരണം രണ്ടും ഫോഴ്സാണ്. ഇനി ലെങ്ത്തോ ഹൈറ്റോ ആയിരുന്നു ചോദിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ എന്തിടണമായിരുന്നു? മീറ്റർ ഇടണമായിരുന്നു. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സിമ്പിൾ മെഷീൻ ആയിട്ടുള്ള ഗിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീൽ ആൻഡ് ആക്സിൽ ആയിക്കോട്ടെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിക്കോട്ടെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെഡ്ജോ എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെയൊക്കെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻസ് തിരിച്ചറിയുക. ആ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേംസ് തിരിച്ചറിയുക. അത് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് ഇതേപോലെ എഴുതി വെച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള കേസുകളിലൊക്കെ തന്നെയും ലോഡും എഫേർട്ടും കണ്ടുപിടിക്കുന്നതായതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരേ മെത്തേഡാണ്, ഒരേ ഇക്വേഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്തുക. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്തെഴുതുക. എ ലോഡ് ഓഫ് 200 ന്യൂട്ടൺ ഈസ് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ ലോഡ് കിട്ടി 200 ന്യൂട്ടൺ. ഈസ് മൂവ്ഡ് അപ്പ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 2 മീറ്റർ. അപ്പോൾ H കിട്ടി 2 മീറ്റർ. ഇനി യൂസിങ് ആൻ എഫേർട്ട് ഓഫ് 50 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഫേർട്ടും മറ്റടിക്ക് തന്നു. എത്രയാ? 50 ന്യൂട്ടൺ. അസ്യൂമിങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് ഐഡിയൽ നോ ഫ്രിക്ഷൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലെങ്ത്തിനെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അറിയാം, L/E ഈക്വൽ ടു L/H എന്നാണ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഇക്വേഷനിൽ ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200. എഫേർട്ട് തന്നിട്ടുണ്ട് 50 ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് L തന്നിട്ടില്ല, അപ്പോൾ ആ L ഞാൻ ഇവിടെ എഴുതി. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പോൾ ലോഡ് കണ്ടുപിടിക്കാൻ ഈ 2 ഇങ്ങോട്ടേക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ 200 ബൈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
അത് 4 ആണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 4 = L/2 എന്നാവും. L = 4 × 2 എന്ന് വരും, അഥവാ 8 മീറ്റർ എന്ന് വരും, അഥവാ 8 മീറ്റർ. അപ്പോൾ അതൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ നമ്മുടെ L/2 എന്ന് വരും. അപ്പോൾ ഇതുവരെ ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ L = എന്തായി മാറി? 2 × 4 വരും, അഥവാ 8 മീറ്റർ എന്ന് വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു, 8 മീറ്റർ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഓരോ സിമ്പിൾ മെഷീൻ്റെയും ഇക്വേഷൻ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ തരുമ്പോൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻ വെർ ഒബ്ജക്ട്സ് ആർ ടു ബി ലിഫ്റ്റഡ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ടേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന കേസിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് എ 600 Newton ലോഡ് ബൈ 3 മീറ്റർ? അപ്പോൾ നോക്കാം, തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലോഡ് ബൈ എഫർട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജുമായി റിലേറ്റ് ചെയ്യാറ് വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒന്നും കൺഫ്യൂഷൻ വേണ്ട. വർക്കിൻ്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ന്യൂട്ടൺ വാല്യൂ കാണുന്നുണ്ടല്ലോ, ഈ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അതാണ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇത് 600 ന്യൂട്ടൺ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 3 മീറ്റർ. അപ്പോൾ 3 ഏരി, അപ്പോൾ 1800 ജൂൾ ആണ് ഇവിടുത്തെ വർക്ക് ഡൺ. വളരെ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോഴ്സ് അപ്ലൈഡ് വാസ് 200 Newton അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ടു ലിഫ്റ്റ് ദിസ് ലോഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ലോഡ് വാസ് 9. വാട്ട് ഈസ് ദ വർക്ക് ഡൺ? അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ ലോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുമായി സിമിലർ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതും വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചെയ്യുക. എന്നാൽ ഇവിടെ അപ്ലൈ ചെയ്ത എഫേർട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 200 Newton ഇട്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് 9 ഇട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1800 ജൂൾ തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ട് കേസിലും വർക്ക് കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റും, രണ്ടാമത്തെ കേസിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സും ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദർ എ ഗെയിൻ ഇൻ ദ വർക്ക് ഡൺ? അപ്പോൾ ഇവിടെ നോക്കുക, ഈ ചോദ്യം നമ്മൾ ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യണം. എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ മെഷീനാണോ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ജോലി ചെയ്തതെങ്കിൽ, ഒരു വർക്ക് ചെയ്തതെങ്കിൽ അതിൽ ഗെയിൻ ഇൻ വർക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ തൊട്ടുമ്പത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അതൊരു സിമ്പിൾ മെഷീൻ എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ വർക്ക് ഗെയിൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നോ ആണ്. ആൻസർ എന്ന് പറയുന്നത് നോ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത സാധനമാണ്. ഇവിടെ കാണാം 1800 ജൂള്, ഇവിടെ 1800 ജൂള്. രണ്ടും വർക്കും സെയിം ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ വേസ് ടു ഇൻക്രീസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണോ, അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കൂട്ടണം. എങ്ങനെ നമ്മൾ കൂട്ടുക? രണ്ട് മെത്തേഡ് ചെയ്താൽ മതി. ഒന്നാമത്തത് നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. നമുക്ക് രണ്ട് ഒബ്ജക്റ്റുകൾ, ഇവിടെ ഒരു എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ലോഡിനെ നമുക്ക് സിയിലോട്ടേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് വഴി ഉണ്ട്. അപ്പോൾ ഇതൊരു എ, ഇത് അനദർ ബി, സി. അപ്പോൾ ഈ പ്ലെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ എക്സേഷൻ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് റൂട്ടാണ് ചൂസ് ചെയ്യുക? സെക്കൻഡ് വൺ. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ് ഉള്ളത് നോക്കുക. ലെങ്ത് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വന്നപ്പോൾ കൂടി. എന്ന പോലെ ഇവിടെ ലെങ്ത്ത് കുറവായിരുന്നു, പക്ഷെ ഇവിടെ ഹൈറ്റും കൂടുതലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ഫിഗർ കൺസിഡർ ചെയ്തപ്പോൾ സംഭവിച്ചു നോക്കാം. ലെങ്ത്ത് കൂടി, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടി. അടുത്തത് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു, അപ്പോഴും നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടി. അപ്പോൾ ആൻസർ ഇതാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് കുറയുകയും ലെങ്ത് എന്ന് പറയുന്നത് കൂടുകയും. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് യെല്ലോയിൽ കൊടുത്തിരിക്കുന്ന നോക്കാം. ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ, ലെങ്ത് കൂട്ടിയാൽ മതി. രണ്ടാമതോ ഡിക്രീസ് ദ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഹൈറ്റ് എന്ന് പറയുന്നതിനെ കുറക്കുകയും ചെയ്യുക. ഹൈറ്റ് കുറക്കുക, ലെങ്ത് കൂട്ടുക. വളരെ സിമ്പിൾ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർമ്മയിലുണ്ടാകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചുരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലെങ്ത് നല്ല കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ നമ്മുടെ എക്സേഷൻ കുറക്കുക എന്നുള്ള സിമ്പിൾ മെഷീൻ്റെ ഫങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. വെഡ്ജ്. ഈ വെഡ്ജ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ വെഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ നമ്മൾ ജസ്റ്റ് നടുവിൽ ഇങ്ങനെ ഒരു വര വരക്കുകയാണെങ്കിൽ ഇത് സംഭവിച്ചോ? നമുക്ക് രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മൾ തൊട്ടുമ്പ് വരച്ചതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സെക്ടറാണെന്ന്. അപ്പോൾ അത് ഡബിൾ ആവുന്നതിനാണ് നമ്മൾ എന്താ പറയുക? വെഡ്ജ് എന്ന് പറയുക. അപ്പോൾ ഈ വെഡ്ജ് എന്ന് പറയുന്ന സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഓർമ്മ വേണം. നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എൻഡിങ് ആയിരിക്കും ഈ വെഡ്ജുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജനറലായിട്ട് കട്ട് ചെയ്യാനും അതേപോലെ വേർപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന സിമ്പിൾ മെഷീനാണ് വെഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ കോടാലി, ആക്സ് ഒക്കെ അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നമ്മുടെ നൈഫ് കാറ്റഗറി ഒക്കെ എന്തിൽ വരും? വെഡ്ജിൽ വരും. അപ്പോൾ വെഡ്ജിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ നോക്കാം. എ വെഡ്ജ് ഈസ് എ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇറ്റ് ഈസ് മെയ്ഡ്
ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ലോങ്ങർ ആൻഡ് തിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടിയാൽ എന്ത് കൂടുന്ന പറയുന്നത് ഇറ്റ് വിൽ ബി ഈസിയർ ടു യൂസ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നതാണ് അർത്ഥം. നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാകുന്നതിനാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലാണെന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ലോങ്ങർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂട്ടുക, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് തിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ തൊട്ട് മുമ്പ് ഇൻക്ലൈൻഡ് പ്ലെയിൻ പറഞ്ഞപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ നോക്കൂ, L/E=L/H. ഇനി നമ്മളിപ്പോൾ വെഡ്ജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്, ശ്രദ്ധിക്കണം. വെഡ്ജിൻ്റെ ഇക്വേഷനും L/E=L/H എന്ന് തന്നെയാണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ L എന്ന് പറയുന്നതിനെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ, ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ അത് കറക്റ്റാണ്. എന്ന പോലെ തന്നെ ഇവിടെയും ലെങ്ത് ഉണ്ട്, ഇതും ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പോൾ ലെങ്ത് എന്നുള്ളതിനെ നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഓർമ്മയിൽ വേണം, വെഡ്ജാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് എങ്കിൽ അവിടെ അവർ ഹൈറ്റ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നും തരാം. അതിൻ്റെ കൂടെ അവർ തരാൻ പോകുന്ന മറ്റൊരു വേർഡ് നിർബന്ധമായും പഠിച്ചു വെക്കുക, അത് തിക്നെസ് ആയിരിക്കും. അതെന്തായിരിക്കും? തിക്നെസ് ഓഫ് ദി വെഡ്ജ് എന്ന് വരും. അപ്പോൾ ഇവിടെ തിക്നെസ് ഓഫ് ദ വെഡ്ജ് എന്ന് പറയുന്നതാണ് ഈ ഹൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയാണ്, തിക്നെസ് ഓഫ് ദി വെഡ്ജ്. അപ്പോൾ അതാണ് നമ്മളെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനും വെഡ്ജും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ടേംസിൽ ഹൈറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ആ തിക്നെസ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 3 ഫിഗർ ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു ഫിഗർ, ഇത് ഒരു ഫിഗർ, പിന്നെ നമുക്ക് മൂന്നാമത് ഇങ്ങനെ ഒരു ഫിഗർ. അപ്പോൾ ഇതിൽ ഏതിനാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ചോദിക്കും? ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതിനാണോ ലെങ്ത് കൂടുതൽ അതിനായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ വെഡ്ജ് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ വേണം, ഇൻക്ലൈൻഡ് പ്ലെയിനും വെഡ്ജിനും സെയിം ഇക്വേഷനാണ്. എന്നാൽ അതിലുള്ള എച്ചിൽ നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ അത് ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കും. എന്നാൽ വെഡ്ജിൻ്റെ കേസിൽ അത് തിക്നെസ് ഓഫ് ദി വെഡ്ജ് ആയിരിക്കും. അല്ല എങ്കിൽ ഹൈറ്റ് എന്നും കാണാമെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് വെഡ്ജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു L/H ആണ്. അപ്പോൾ ഓർമ്മയിൽ വേണം, തൊട്ടുമ്പ് പറഞ്ഞതാണ്, ഇവിടെ നമ്മുടെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി വെഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് ഓഫ് വെഡ്ജ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് എ വെഡ്ജ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഹാസ് എ തിക്നെസ് ഓഫ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എച്ച് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി 3. ആൻഡ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട് 6 എന്നുണ്ട്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ലെങ്ത് ആണ്, ഫൈൻഡ് ലെങ്ത്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു L/H എന്ന് പറയുന്ന ഈ കാണുന്ന ഇക്വേഷനിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 6. ഹൈറ്റും തന്നിട്ടുണ്ട് എത്രയാണ്? 3. എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ L ഈക്വൽ ടു 6 × 3 അഥവാ 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും, 18 സെൻറ്റിമീറ്റർ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ലോഡും എഫേർട്ടും എല്ലും എച്ചും വരുന്ന വെഡ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ വെഡ്ജ് ഹാസ് എ ലെങ്ത് ഓഫ് 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു 12 സെൻറ്റിമീറ്റർ. ഇഫ് ആൻ എഫേർട്ട് ഓഫ് 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഫേർട്ട് കിട്ടി 40 ന്യൂട്ടൺ. ഈസ് അപ്ലൈഡ് ഫൈൻഡ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദി വെഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് വേറെ സാധനം കൂടി തന്നിട്ടുണ്ട്, തിക്നെസ് അഥവാ നമ്മുടെ എച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ വന്നിട്ടുണ്ട്, H ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇതാണ്, ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു L/H. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോഡ് ബൈ എഫേർട്ട്, എഫേർട്ട് എന്ന് പറയുന്നത് 40 ആണ്, ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്, അതേപോലെ H എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്കറിയാം 12/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം കംപ്ലീറ്റ് എന്തായി മാറും? 4 ആയി മാറും. അപ്പോൾ L/40 ഈക്വൽ ടു 4 വരും, വിച്ച് ഇംപ്ലൈസ് L ഈക്വൽ ടു 4 × 40 അഥവാ 160 വരും. നമ്മൾ കണ്ടുപിടിച്ചത് ലോഡ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ന്യൂട്ടൺ ഇടും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ലോഡായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 160 ന്യൂട്ടൺ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്കുക, ഇക്വേഷനിലെ വാല്യൂസ് ഏതൊക്കെയാണ് തിരിച്ചറിയുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരാത്ത ക്വാണ്ടിറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. ഇനി നമുക്ക് അടുത്ത ഒരു സിമ്പിൾ മെഷീനുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് സിമ്പിൾ മെഷീനാണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രൂ ജാക്ക് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക. സ്ക്രൂ ജാക്കിൻ്റെ ഫംഗ്ഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. എ സ്ക്രൂ ജാക്ക് ഈസ് എ സിമ്പിൾ മെഷീൻ യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ലോഡ്സ് ലൈക്ക് കാർസ് ഓർ ട്രക്സ്. ഇപ്പോൾ കാർ ഏതെങ്കിലുമൊക്കെ ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്താൻ ഉപയോഗിക്കുന്ന അഥവാ കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ മെഷീനാണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിമ്പിൾ മെഷീൻ്റെ പ്രിൻസിപ്പിളാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ തൊട്ട് മുമ്പൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ MA ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു L/H എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്.
അപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത വെഡ്ജിലായിക്കോട്ടെ, അതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ഇംഗ്ലണ്ട് പ്ലെയിനിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലണ്ട് പ്ലെയിനിലാണെങ്കിൽ ലെങ്ത് ബൈ ഹൈറ്റ് ആയിരിക്കും, എന്നാൽ നമ്മുടെ വെഡ്ജിലാണെങ്കിൽ ലെങ്ത് ബൈ തിക്നെസ് ആയിരിക്കും, എന്നാൽ സ്ക്രൂ ജാക്കിൽ വരുന്ന സമയത്ത് ലെങ്ത് ബൈ പിച്ച് ആയിരിക്കും എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഇവിടെ പിച്ച്, അതായത് ഹൈറ്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇവിടെ പിച്ച് എന്നുള്ള ടൈമിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ എ സ്ക്രൂ ജാക്ക് ഹാസ് എ പിച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി, എച്ച് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ദ ലെങ്ത് ഓഫ് ദ ഹാൻഡിൽ യൂസ് ടു അപ്ലൈ എഫേർട്ട് ഈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ലെങ്ത്തും കിട്ടി എത്രയാണ്, 20 സെൻറ്റിമീറ്റർ. ഇഫ് ആൻ എഫേർട്ട് 30 ന്യൂട്ടൺ, അപ്പോൾ എഫേർട്ടും കിട്ടിയിട്ടുണ്ട് 30 ന്യൂട്ടൺ. ഫൈൻഡ് ദ ലോഡ്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫേർട്ട് നമുക്ക് 30 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു എൽ ബൈ എച്ച് എന്ന് വരും. അപ്പോൾ നമുക്ക് വാല്യൂസ് അറിയുന്നതൊക്കെ എഴുതാം. ലോഡ് നമുക്കറിയില്ല, എഫേർട്ട് നമുക്കറിയാം 30. ഇനി എൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 ആണ്, എച്ച് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 20/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 20 × 30 ആകും. 20 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ആകും, 600 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ലോഡ് കിട്ടി 600 ന്യൂട്ടൺ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പാഠത്തിൽ നിന്ന് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെടുന്ന മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ചിത്രങ്ങൾ കാണും. അപ്പോൾ ഈ ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. എന്നാൽ ചില ഉപകരണങ്ങളുടെ പേര് നമുക്ക് അൺഫെമിലിയർ ആയിരിക്കും. ആ അൺഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന പിക്ചറുകൾ, നിർബന്ധമായും അതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. ഉദാഹരണത്തിന് ഫോർസപ്പ് എന്നുള്ള പേര് നമ്മൾ കാണും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ലിവർ ഓഫ് ഫോർസപ്പ്. അപ്പോൾ ഫോർസപ്പ് എന്ന് പറയുന്നതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് തേർഡ് ഓർഡർ ലിവർ ആണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഫോർസപ്പ് എന്ന് പറയുന്നത് എന്ത് സിമ്പിൾ മെഷീൻ ആണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ഈ ഇമേജ് നോക്കുക, ഇതാണ് ഫോർസപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്നാണ് ഫിഷിംഗ് റോഡ്. അപ്പോൾ ഫിഷിംഗ് റോഡ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മൾ മീൻ ചൂണ്ടിടാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റിക്കിനാണ് നമ്മൾ ഫിഷിംഗ് റോഡ് എന്ന് പറയാം. അപ്പോൾ അത് ഫെമിലിയർ ആണ്. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കുക, ടോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോങ്സ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് പരിചയമുള്ള, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഷീനാണ്. പക്ഷേ അതിൻ്റെ പേര് ടോങ്സ് ആണെന്ന് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ഓരോ സിമ്പിൾ മെഷീൻ്റെയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് നമ്മുടെ SLC ഫൈനൽ എക്സാമിന് വേണ്ടി A+ കിട്ടാൻ വേണ്ടി ഒരുക്കുന്ന ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. Okay, bye.